السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله الواحد القهار الصمد الجبار. الحمد لله الأحد الغفار. أعوذ بكلمات الله التامة أعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة. والصلاة والسلام على النبي المختار وآله الأبرار وأصحابه الأخيار وأتباعه الأطهار. حسبي الله حسبي الله حسبي الله ونعم الوكيل. نعم المولى ونعم النصير. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. وما توفيقي إلا بالله وما توفيقي إلا بالله عليه توكلت وإليه أنيب. മുത്ത് മാണിക്യമാണെൻ്റെ ത്വാഹ ഇഷ്കിൻ പാലാഴിയാണെൻ്റെ റാഹ. മുത്ത് മാണിക്യമാണെൻ്റെ ത്വാഹ ഇഷ്കിൻ പാലാഴിയാണെൻ്റെ റാഹ. സൽഗുണ സാന്ത്വന പ്രകാശം സമധുര ബാസുര പ്രതീകം മദനി മഹിതമിൽ വസന്തം മഹിമ പൂക്കും മധുരിതം. സൽഗുണ സാന്ത്വന പ്രകാശം സമധുര ബാസുര പ്രതീകം മദനി മഹിതമിൽ വസന്തം മഹിമ പൂക്കും മധുരിതം. മുത്ത് മാണിക്യമാണെൻ്റെ ത്വാഹ ഇഷ്കിൻ പാലാഴിയാണെൻ്റെ റാഹ.
spreading light, love of Medina, charming songs, love of Medina, catching depth, love of Medina, Medina. Spreading light, love of Medina, charming songs, love of Medina, catching depth, love of Medina, Medina. മുത്ത് മാണിക്യമാണെൻ്റെ ത്വാഹ, ഇഷ്കിൻ പാലാഴിയാണെൻ്റെ റാഹ. കനവുകളിൽ ഞാൻ കണ്ടു തൊയ്ബാവേ, നിനവുകളിൽ നോവിപ്പൂ കാണാതെ. സ്വപ്നങ്ങൾ പൂവണിയും നേരത്ത് സുൽത്താനായി വാണരുളും പൂമുത്ത്. നഫ്സിനെക്കാളെനിക്ക് പ്രിയമുള്ളോര്, റൂഹിനെക്കാളെനിക്ക് വിലയുള്ളോര്, നഫ്സിനെക്കാളെനിക്ക് പ്രിയമുള്ളോര്, റൂഹിനെക്കാളെനിക്ക് വിലയുള്ളോര്, മുത്ത് മുഹമ്മദ് നബിയുള്ള സത്യ നീലാവൊളി നൂറുള്ള. Spreading light, love of Medina, charming songs, love of Medina, catching depth, love of Medina, Medina. Spreading light, love of Medina, charming songs, love of Medina, catching depth, love of Medina, Medina. മുത്ത് മാണിക്യമാണെൻ്റെ ത്വാഹ, ഇഷ്കിൻ പാലാഴിയാണെൻ്റെ റാഹ. മഴവില്ലിൻ മന്ദാര പൂന്തിങ്കൾ, മധുരസമായി പെയ്യുന്ന തേൻ തിങ്കൾ, മനസ്സിൽ മധുപൂവാടി പൂത്തല്ലോ, മദനി ഗുരുമന്ദാര പൂവല്ലോ. മഴവില്ലിൻ മന്ദാര പൂന്തിങ്കൾ, മധുരസമായി പെയ്യുന്ന തേൻ തിങ്കൾ, മനസ്സിൽ മധുപൂവാടി പൂത്തല്ലോ, മദനി ഗുരുമന്ദാര പൂവല്ലോ. മനമധു നിറയുന്ന സ്നേഹനിധി, മധുരിമയിൽ നിറ ഹാരമതി, മനമധു നിറയുന്ന സ്നേഹനിധി, മധുരിമയിൽ നിറ ഹാരമതി, മുത്ത് മുഹമ്മദ് നൂറുള്ള സത്യ നീലാവൊളി സ്വല്ലല്ലാ. Spreading light, love of Medina, charming songs, love of Medina, catching depth, love of Medina, Medina. Spreading light, love of Medina, charming songs, love of Medina, catching depth, love of Medina, Medina. മുത്ത് മാണിക്യമാണെൻ്റെ ത്വാഹ, ഇഷ്കിൻ പാലാഴിയാണെൻ്റെ റാഹ. മുത്ത് മാണിക്യമാണെൻ്റെ ത്വാഹ, ഇഷ്കിൻ പാലാഴിയാണെൻ്റെ റാഹ. സൽഗുണ സാന്ത്വന പ്രകാശം, സമധുര ബാസുര പ്രതീകം, മദനി മഹിതമിൽ വസന്തം, മഹിമ തോൽക്കും മധുരിതം. സൽഗുണ സാന്ത്വന പ്രകാശം, സമധുര ബാസുര പ്രതീകം, മദനി മഹിതമിൽ വസന്തം, മഹിമ തോൽക്കും മധുരിതം. മുത്ത് മാണിക്യമാണെൻ്റെ ത്വാഹ, ഇഷ്കിൻ പാലാഴിയാണെൻ്റെ റാഹ. മുത്ത് മാണിക്യമാണെൻ്റെ ത്വാഹ, ഇഷ്കിൻ പാലാഴിയാണെൻ്റെ റാഹ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم.
الذين يبايعونك إنما يبايعون الله يد الله فوق أيديهم فمن نكث فإنما ينكث على نفسه ومن أوفى بما عاهد عليه الله فسيؤتيه أجرا عظيما. പ്രകാശം സ്ഫുരിക്കുന്ന മനോഹരമായ ഈ ഇൽമിന്റെ മജ്ലിസിൽ പ്രാർത്ഥന കൊണ്ട് നല്ല തുടക്കം നൽകിയ ബഹുവന്യരായ ഉസ്താദ് അവർകൾ, സ്വർഗത്തിന്റെ മജ്ലിസിൽ കടന്നു വന്നിരിക്കുന്ന ഗുരുനാഥന്മാരെ, രക്ഷിതാക്കളെ, ഉമ്മ പെങ്ങന്മാരെ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ കർമ്മോത്സുകരായ പ്രവർത്തകന്മാരെ, കൊച്ചനിയന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഇതര മതപ്രസ്ഥാനങ്ങളിൽ ആരെങ്കിലും ഈ പരിസരത്തുണ്ടെങ്കിൽ ഇസ്ലാമിന്റെ തത്വാധിഷ്ഠിതമായ അഭിവാദ്യങ്ങളും അഭിവാദനങ്ങളും ആമുഖമായിട്ട് അവർക്ക് അറിയിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഈ ഒരുമിച്ച് കൂടിയ പോലെ അവന്റെ അനുഗ്രഹങ്ങളെ കൊണ്ട് നിറക്കപ്പെട്ട സ്വർഗത്തിൽ നമ്മെ ഏവരെയും അല്ലാഹു ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. ഇതിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മിൽ നിന്നും വിട പറഞ്ഞു പോയ നമ്മുടെ മാതാപിതാക്കൾ, ഗുരുവര്യന്മാർ, ഇൽമിന്റെ വഴികളിൽ നമ്മെ സഹായിച്ച, നമുക്ക് വേണ്ടി പ്രാർത്ഥനകൾ നടത്തിയ നമ്മുടെ വന്യ ഗുരുനാഥന്മാർ പലരും ഇന്ന് ആറടി മണ്ണിന്റെ ചുവട്ടിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഖബറിടം സ്വർഗത്തിന്റെ ആരാമമാക്കി കൊടുക്കുമാറാകട്ടെ. ഈ മനോഹരമായ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് വല്ല അദാബുമുണ്ടെങ്കിൽ എല്ലാം അല്ലാഹു തആല ഉയർത്തുമാറാകട്ടെ. സദസ്സിലേക്ക് കടന്നു വന്നിരിക്കുന്ന പലരും പല ജാതി പ്രശ്നങ്ങളിൽ നീറിയിട്ട് സങ്കടത്തിന്റെ അലമാലകളിലാണ്. ഇൽമിന്റെ ഈ മനോഹരമായ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് എല്ലാവരുടെ ഹൃദയാന്തരങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന സംഘടനകളെയും അല്ലാഹു ദൂരീകരിക്കുമാറാകട്ടെ. പല ജാതി പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ട് സംഭാവനകൾ അർപ്പിച്ച ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, സഹോദരിമാരുണ്ട്. എല്ലാവരുടെ മനസ്സിനും അല്ലാഹു കുളിർമ നൽകുമാറാകട്ടെ. എല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റെടുക്കുമാറാകട്ടെ. നമ്മുടെ ഹൃദയാന്തരങ്ങളിൽ അല്ലാഹു കാമിലായ ഈമാൻ നൽകുമാറാകട്ടെ. പടച്ചട്ടകളില്ലാതെ, പുറംപോച്ചുകളില്ലാതെ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഖാദിമാക്കിയിട്ട് അല്ലാഹു നമ്മെ ഏവരെയും ഉയർത്തുമാറാകട്ടെ. നമ്മുടെ സകല പ്രവർത്തനങ്ങളെയും അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഈ പ്രോഗ്രാം ഫിക്സ് ചെയ്തത് മുതൽ ഇതിനു വേണ്ടി ഓടി നടക്കുന്ന നല്ലവരായ സംഘാടക സമിതിയിലെ സുഹൃത്തുക്കൾ എല്ലാവരെയും ഞാൻ പേരെടുത്ത് പറയുന്നില്ല. എല്ലാവർക്കും വേണ്ടിയും ഞാൻ എപ്പോഴും ദുആ ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെയൊക്കെ ഏറ്റെടുക്കുമാറാകട്ടെ. അവരെ പ്രവർത്തനങ്ങളെ അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതേപോലെ സന്തോഷത്തോടുകൂടി സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഉത്തമ സമുദായം, പൈതൃകം മറക്കരുത് എന്നതാണ് നമ്മുടെ വിഷയം. നല്ലതുപോലെ വിഷയം പറയാനും കേൾക്കാനും അല്ലാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്തുകൊണ്ട് ഞാൻ വിഷയത്തിലോട്ട് കടക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്മാരെ ഭൂമിയിലേക്ക് പറഞ്ഞയച്ചത് അല്ലാഹു തന്നെ വിശുദ്ധ ഖുർആനിൽ പറയുന്ന ഇബാദത്ത് ചെയ്യാനാണ്. ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായ നിയോഗങ്ങൾ അല്ലാഹു തആല നൽകുന്നു. എനിക്ക് അല്ലാഹു തആല ഒരു നിയോഗം നൽകും, നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോരോ പ്രത്യേക ഡ്യൂട്ടി അല്ലാഹു തആല നിശ്ചയിക്കും.
എന്നിരുന്നാലും നമ്മുടെയൊക്കെ പൊതുവായ ലക്ഷ്യം, നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞത്, ഈ ഭൂമി ലോകത്തേക്ക് നമ്മൾ കടന്നു വന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയുന്നു, മാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ജിന്നുവർഗത്തെയും മനുഷ്യവർഗത്തെയും അല്ലാഹു തആല സൃഷ്ടിച്ചത് അല്ലാഹുവിന് ഇബാദത്ത് എടുക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വഴിപ്പെടാൻ വേണ്ടിയിട്ടാണ്. അള്ളാഹുവിന്റെ ഈ പരിശുദ്ധ ദീന് ലോകത്ത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് മഹാരഥന്മാരായ അംബിയാ മുർസലീങ്ങളെ പറഞ്ഞയച്ചിട്ടുണ്ട്. അള്ളാഹുവിന് ഏറെ ഇഷ്ടപ്പെട്ട അള്ളാഹുവിന്റെ അമ്പിയാക്കൾ പല ജാതി സങ്കടങ്ങളും സംഘടനകളും ഒരുപാട് പ്രശ്നങ്ങളും അഭിമുഖീകരിച്ചുകൊണ്ടാണ് ലോകത്ത് അവർ ദീന് നടപ്പിൽ വരുത്തിയത്. ദീനിന്റെ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് അവർ നേതൃത്വം കൊടുത്തത്. മഹാനായ അബുൽ ബശർ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ പുന്നാര നബി തങ്ങൾ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെയുള്ള ലക്ഷക്കണക്കായ പ്രവാചകന്മാർ ഭൂമി ലോകത്തേക്ക് കടന്നു വന്നത് ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും സഹിച്ചുകൊണ്ടാണ്. അള്ളാഹുവിന് ഏറെ ഇഷ്ടപ്പെട്ടവരാണല്ലോ, അള്ളാഹുവിന് ഏറെ ഇഷ്ടപ്പെട്ടവരാണല്ലോ. അതുകൊണ്ട് ഒരുപാട് ആർഭാടങ്ങളിലും സുഗന്ധങ്ങളിലുമാണ് അവർ ജീവിച്ചതെന്ന് നമ്മൾ കരുതല്ലേ. എത്രയെത്ര സങ്കടങ്ങളാണ് അനുഭവിച്ചതെന്നറിയുമോ? എത്രയെത്ര പ്രയാസങ്ങളാണ് അള്ളാഹു അവർക്ക് കൊടുത്തതെന്നറിയുമോ? എല്ലാത്തിലും സഹിച്ചുകൊണ്ട് അള്ളാഹുവിന് വേണ്ടി ജീവിതം സമർപ്പിച്ചു പോരെങ്കിലോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ആദ്യമായിട്ട് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഞാൻ തരികയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെന്ന് പഠിച്ചു വെച്ചോ, അള്ളാഹുവിന് ഏറെ ഇഷ്ടപ്പെട്ട അമ്പിയാക്കന്മാർക്ക്, അള്ളാഹുവിന് ഏറെ ഇഷ്ടപ്പെട്ട അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായ അമ്പിയാക്കൾക്ക് ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും പ്രയാസങ്ങളും അള്ളാഹു കൊടുക്കുകയാണ്. മഹാനായ മൂസാ നബി അലൈഹിസ്സലാം, എന്റെ പ്രിയപ്പെട്ടവരെ, ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളുമാണ് അഭിമുഖീകരിച്ചത്. എന്റെ പ്രിയപ്പെട്ടവരെ, പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത്, പ്രയാസങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ആളുകൾ വന്നുകൊണ്ട് മൂസാ നബിയോട് പറയും, അല്ലയോ മൂസാ നബിയെ, ഞങ്ങൾക്ക് ഇന്നാലിന്ന പ്രശ്നമുണ്ട്, ഇന്നാലിന്ന പ്രോബ്ലം ഉണ്ട്, അതുകൊണ്ട് അതൊന്ന് മാറിക്കിട്ടാൻ, അതൊന്ന് സോൾവ് ആകാൻ അള്ളാഹുവിനോട് ദുആ ചെയ്യണം മൂസാ നബിയെ. മൂസാ നബി അള്ളാഹുവിനോട് ദുആ ചെയ്യും. മൂസാ നബി ദുആ ചെയ്തുകൊണ്ട് ആ പ്രശ്നങ്ങളൊക്കെ സോൾവ് ആയാൽ ഇവർ പഴയപടി എന്നാകും. ഇങ്ങനെ ഒരുപാട് തവണ അല്ലാഹു തആല ഖുർആനിൽ പല സംഭവങ്ങളും വിവരിക്കുന്നുണ്ട്. ഒരുപാട് തവണ നന്ദികേട് കാണിച്ച ഒരു സമുദായമായിരുന്നു മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെത്. ഇതിലൊന്നും മനസ്സ് പതറാതെ ജീവിതം അള്ളാഹുവിന് വേണ്ടി സമർപ്പിച്ചു പോയ അള്ളാഹുവിന്റെ മഹാരഥന്മാരായ അമ്പിയാക്കൾ. മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം, സ്വന്തം പൊന്നുമോൻ പോലും നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ കടന്നു വന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെയുള്ള ഒരുപാട് പ്രവാചകന്മാർ വളരെ സങ്കടങ്ങളും ഒരുപാട് പ്രശ്നങ്ങളും ഭൂമി ലോകത്ത് അഭിമുഖീകരിച്ചിട്ടുണ്ട്. അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂൽ ത്വായിഫിന്റെ രണാങ്കണ ഭൂമിയിലൂടെ നടന്നു പോകുമ്പോൾ സ്വന്തം കുടുംബക്കാര് പോലും കല്ലെറിയുകയാണ്. പൊന്നുമക്കള് പോലും മുത്തുനബി തങ്ങളെ ശരീരത്തിലോട്ട് കല്ല് വലിച്ചെറിയുകയാണ്. സങ്കടത്തിന്റെ അലമാലകളാണ്. പ്രശ്നങ്ങളുടെ പ്രതികൂലാവസ്ഥകളെല്ലാം തരണം ചെയ്തുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ മാനസാന്തരങ്ങളിൽ നിന്ന് അള്ളാഹുവിനോട് പ്രശ്നം ബോധിപ്പിക്കുകയാണ്. അല്ലാഹുമ്മ ഇന്നി അശ്കൂ ഇലൈക്, അള്ളാഹുവേ, എന്റെ പ്രശ്നം ഞാൻ നിന്നിലേക്ക് അറിയിക്കുകയാണ്. നിനക്കെന്നോട് ദേഷ്യമില്ലെങ്കിൽ എനിക്ക് കുഴപ്പമില്ല പടച്ചവനെ, നിനക്കെന്നോട് പ്രശ്നമില്ലെങ്കിൽ എനിക്ക് കുഴപ്പമില്ല പടച്ചവനെ. നിനക്കെന്നോട് ദേഷ്യമുണ്ടോ? അള്ളാഹുവിന്റെ പരിശുദ്ധ റസൂൽ ത്വായിഫിന്റെ രണാങ്കണ ഭൂമികയിൽ മുത്തുനബി തങ്ങൾ അള്ളാഹുവിനോട് പറയുകയാണ്, അള്ളാഹുവേ, നിനക്കെന്നോട് ദേഷ്യമുണ്ടോ പടച്ചവനെ? ആ സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വന്നുകൊണ്ട് മുത്തുനബി തങ്ങളോട് പറയുകയാണ്, അങ്ങേ ആക്രമിച്ച ആ സമുദായത്തെ നശിപ്പിക്കാൻ അള്ളാഹുവിന്റെ ഭാഗത്തുനിന്ന് ഓർഡറുണ്ട് നബിയെ. അങ്ങൊന്ന് സമ്മതം തന്നാൽ ഉഹുദ് മല ഉപയോഗിച്ചുകൊണ്ട് ഈ സമുദായത്തെ നശിപ്പിക്കാം നബിയെ. ആ സമയത്ത് മുത്തുനബി തങ്ങൾ സമ്മതം കൊടുത്തില്ലല്ലോ. അവർ അറിവില്ലാത്തവരാണെന്ന് പറഞ്ഞുകൊണ്ട് സഹനത്തിന്റെ മാതൃക മുത്തുനബി കാണിക്കുകയാണ്. എന്തുമാത്രം പ്രശ്നങ്ങളാണ് അഭിമുഖീകരിച്ചത്. സ്വന്തം നാട് വിട്ടുകൊണ്ട് ഓടേണ്ടി വന്നില്ലേ? മഹാനായ സന്തത സഹചാരി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോടൊത്ത് സൗർ ഗുഹയിൽ വെച്ചുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ ഒരു വർത്തമാനം പറയുകയാണ്.
ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. അബൂബക്കറേ, സങ്കടപ്പെടേണ്ട ആവശ്യമില്ല, ദുഃഖിക്കേണ്ട അബൂബക്കറേ, അല്ലാഹു നമ്മോടൊപ്പമുണ്ട്, അല്ലാഹു നമ്മോടൊപ്പമാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ ആ വർത്തമാനം നമുക്ക് പറയാൻ സാധിക്കണം. സങ്കടം വരുമ്പോ, സംഘട്ടനങ്ങൾ കടന്നു വരുമ്പോ, ഇന്നല്ലാഹ മഈ, പടച്ച തമ്പുരാൻ എന്നോടൊപ്പമാണെന്ന മനോഹരമായ വർത്തമാനം പറയാൻ സാധിക്കണം. ആത്മവിശ്വാസത്തിന്റെ വർത്തമാനം പറയാൻ കഴിയണം. അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബദറിന്റെ രണാങ്കണ ഭൂമിയിൽ വെച്ചുകൊണ്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്. അല്ലാഹുവേ, അല്ലാഹുമ്മ ഇൻ തുഹ്ലിക് ഹാദിഹിൽ ഇസ്വാബ, അല്ലാഹുവേ, ചെറു സംഘത്തെ നീ പരാജയപ്പെടുത്തിയാൽ ഭൂമി ലോകത്ത് നിന്നെ ആരാധിക്കാൻ, നിനക്ക് വഴിപ്പെടാൻ, നിനക്ക് വേണ്ടി സാഷ്ടാംഗം നമിക്കാൻ ഒരാളും തന്നെ ഭൂമി ലോകത്ത് അവശേഷിക്കുകയില്ലെന്ന് മഹാനായ നബി തങ്ങൾ പറയുകയാണ്. അല്ലാഹുമ്മ ഇൻ തുഹ്ലിക് ഹാദിഹിൽ ഇസ്വാബ, ഈ സംഘത്തെ നീ നശിപ്പിക്കരുത് പടച്ചവനെ. ഈ സംഘത്തെ എങ്ങാനും നീ നശിപ്പിച്ചാൽ ഭൂമി ലോകത്ത് നിന്നെ ആരാധിക്കാൻ ഒരാളും തന്നെ അവശേഷിക്കുകയില്ലെന്ന് സങ്കടത്തോടെ മുത്തുനബി ദുആ ചെയ്യുകയാണ്. ആ സമയത്ത് അല്ലാഹു തആല മലക്കുകളെ ഇറക്കിക്കൊണ്ട് ഇസ്ലാമിക സൈന്യത്തെ 313 വരുന്ന പാവപ്പെട്ടവരെ അല്ലാഹു സഹായിക്കുകയാണ്. അപ്പോൾ അല്ലാഹുവിന്റെ റസൂല് ബദറിന്റെ രണാങ്കണ ഭൂമികയിൽ വെച്ചുകൊണ്ട് അത് പ്രാർത്ഥന നടത്തി. മുസ്ലിമിന്റെ ആയുധം എന്ന് പറഞ്ഞാൽ അത് ദുആയാണ്, പ്രാർത്ഥനയാണ്. മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, നബിയേ, പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടാ, പെട്ടെന്ന് തന്നെ പടച്ച തമ്പുരാന്റെ അടുത്തു നിന്ന് ഉത്തരം കിട്ടാ, ഞാൻ എന്ത് ചെയ്യണം നബിയേ? അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാണ്, പൊന്നുമോനെ, അത്യുബ് മതുഅമക തകുൻ മുസ്തജാബക, നിന്റെ ഭക്ഷണം നീ ഹലാലാക്കണം പൊന്നുമോനെ, നിന്റെ ഭക്ഷണം നീ ഹലാലും ത്വയ്യിബുമാക്കണം മോനെ എന്ന് അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് സാധുതങ്ങളോട് പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ദുആക്ക് ഉത്തരം കിട്ടുന്നില്ലെന്ന പരാതിയാണല്ലോ. എനിക്ക് ദുആക്ക് ഉത്തരം കിട്ടുന്നില്ല, ഒരുപാട് പ്രശ്നങ്ങൾക്ക് ഞാൻ പടച്ച തമ്പുരാനോട് പറയുകയാണ്. സങ്കടങ്ങളും സംഘട്ടനങ്ങളും അല്ലാഹുവിനോട് പറയുമ്പോ അല്ലാഹു എനിക്ക് ഉത്തരം തരുന്നില്ലല്ലോ എന്ന് കരുതല്ല ചെറുപ്പക്കാരാ. അല്ലാഹുവിന്റെ റസൂൽ സഅദ് റളിയല്ലാഹു അൻഹുവിന് കൊടുത്ത നിർദ്ദേശമാണ്, നിന്റെ ഫുഡ്, നിന്റെ ഭക്ഷണം നീ ഹലാലും ത്വയ്യിബുമാക്കണം. എത്ര പേർക്ക് അത് ഗ്യാരണ്ടി തരാൻ പറ്റും? നമ്മൾ ഒരുപാട് പടച്ചവനോട് ദുആ ചെയ്യുന്നുണ്ട്, അതിനൊന്നും ഉത്തരം കിട്ടുന്നില്ലല്ലോ എന്ന സങ്കടമാണ് നമുക്ക്. പക്ഷെ നമ്മുടെ ഫുഡ്, നമ്മുടെ ഭക്ഷണം അത് ഹലാലാണോ, മാത്രമല്ല അത് ത്വയ്യിബാണോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതാണ്. ഈ മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു ഒരു ദിവസം മഹാനായ സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെയും ഒരാൾ വല്ലാതെ ചീത്ത പറഞ്ഞ സമയത്ത് മഹാനായ സഅദ് തങ്ങൾ പറഞ്ഞു, നിർത്താൻ പറഞ്ഞു അയാളോട്. പക്ഷെ അയാൾ നിർത്തിയില്ല. ആ സമയത്ത് സഅദ് റളിയല്ലാഹു അൻഹു ദുആ ചെയ്തു, പടച്ചവനെ, അല്ലാഹുമ്മ ജഅൽ മൗതഹു ആയത്തൽ ലിൽ മുഅ്മിനീൻ, അല്ലാഹുവേ, ഈ മനുഷ്യന്റെ മരണം നീ മുഅ്മിനീങ്ങൾക്ക് ഒരു ആയത്താക്കി കൊടുക്കണേ പടച്ചവനെ. ഈ മനുഷ്യന്റെ മരണം മുഅ്മിനീങ്ങൾക്ക് ഒരു ആയത്താക്കണേ, ഒരു ദൃഷ്ടാന്തമാക്കണേ എന്ന് സഅദ് റളിയല്ലാഹു അൻഹു ദുആ ചെയ്തപ്പോ പെട്ടെന്ന് ഒരു ഒട്ടകം വന്നുകൊണ്ട് ആ മനുഷ്യനെ തട്ടി കൊലപ്പെടുത്തി എന്നാണ്. അതാണ് ഓൺ ദ സ്പോട്ടിൽ അല്ലാഹു ഉത്തരം കൊടുക്കുക എന്ന് പറഞ്ഞത്. അതിന് നമ്മുടെ ഭക്ഷണം ഹലാലാവണം, ഭക്ഷണം ത്വയ്യിബുമാകണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ ഇസ്സത്ത് എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഇസ്സത്ത്, മുസ്ലിമീങ്ങളായ നമ്മുടെ ഇസ്സത്ത് നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ ജീവിതത്തിൽ ഇസ്ലാം ഉണ്ടാകുമ്പോഴാണ്. മറ്റു പലതിലും ഇസ്സത്ത് നമുക്ക് നഷ്ടപ്പെടുകയാണ്. മറ്റു പലതിലുമാണ് നമ്മുടെ ഇസ്സത്ത് എന്ന് നമ്മൾ കരുതി പോകുമ്പോൾ യഥാർത്ഥത്തിലുള്ള നമ്മുടെ ഇസ്സത്ത് നമ്മിൽ നിന്നും കൈമോശം വരികയാണ്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഇസ്ലാമിക ലോകത്തിന്റെ രണ്ടാമത്തെ ഖലീഫ, മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ്
ഖത്താബ് റളിയല്ലാഹു അൻഹു മുഖദ്ദസിലേക്ക് ഒരു യാത്ര പോവുകയാണ്. അർളുൽ മുഖദ്ദസിലേക്ക് ഒരു യാത്ര പോവുകയാണ്. എന്താണ് യാത്രയുടെ ലക്ഷ്യമെന്നറിയുമോ? അവിടുത്തെ പാത്രിയാർക്കീസുമാർ അതിന്റെ അർളുൽ മുഖദ്ദസിന്റെ ബൈത്തുൽ മുഖദ്ദസിന്റെ താക്കോൽ ഇസ്ലാമിക റിപ്പബ്ലിക്കിനെ ഏൽപ്പിക്കാൻ തീരുമാനിക്കുകയാണ്. പാത്രിയാർക്കീസുമാർ അർളുൽ മുഖദ്ദസിന്റെ ബൈത്തുൽ മുഖദ്ദസിന്റെ താക്കോൽ കൂട്ടം മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിക്കാൻ തയ്യാറായി. ആ സമയത്ത് അത് വാങ്ങാൻ വേണ്ടിയിട്ട് കിലോമീറ്ററുകളോളം ദൂരമുള്ള ഫലസ്തീനിന്റെ മണ്ണിലേക്ക് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു യാത്ര തിരിക്കുകയാണ്. എങ്ങനെയാണ് യാത്ര തിരിക്കുന്നത്? വലിയ വലിയ ആർഭാടമുള്ള വാഹനങ്ങളിലല്ല, ചെറിയൊരു ഒട്ടകം, ആ കാലഘട്ടത്തിൽ കിട്ടാവുന്ന ഏറ്റവും നിസ്സാരമായ വാഹനമായ ഒട്ടകത്തിലാണ്. ആ ഒട്ടകത്തിൽ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അർളുൽ മുഖദ്ദസിലേക്ക് യാത്ര തിരിക്കുകയാണ്. കൂടെ ഒരു പരിചാരകൻ മാത്രമേ ഉള്ളൂ. വലിയ വലിയ ആർഭാടങ്ങളുള്ള സുഗന്ധങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന പരിവട്ടങ്ങളോ പരിവാരങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. കേവലം ഒരു പരിചാരകൻ മാത്രം. ഇങ്ങനെ ഈ രണ്ടുപേരും യാത്ര തിരിക്കുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആദ്യം നീ ഒട്ടകത്തിന്റെ പുറത്തിരിക്കുക, അപ്പോ ഒട്ടകത്തിന്റെ ചാൺ, അതിന്റെ കടിഞ്ഞാൺ ഞാൻ പിടിക്കും. പിന്നെ കുറച്ച് സമയം കഴിഞ്ഞിട്ട് നീ താഴെ ഇറങ്ങുക, ഞാൻ ഒട്ടകത്തിന്റെ പുറത്ത് കയറാം. സുബ്ഹാനല്ലാഹ്. ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ തലസ്ഥാന നഗരിയുടെ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറയുകയാ, എന്റെ പ്രിയപ്പെട്ടവരെ ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവാ. നിങ്ങൾ 20ഓളം വരുന്ന ഭൗതിക രാജ്യങ്ങളുടെ അധിപനായ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറയുകയാ, എന്താണ് പറയുന്നതെന്നറിയുമോ? തന്റെ പരിചാരകനെ ഒട്ടകപ്പുറത്തിരുത്തിയിട്ട് അതിന്റെ കടിഞ്ഞാണ് പിടിച്ച് ഞാൻ മുന്നോട്ട് നടക്കാമെന്ന് മഹാനായ ഫാറൂഖ് തങ്ങൾ പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, ലോകത്ത് വിപ്ലവം തീർത്ത മഹാനായ ഉമർ തങ്ങളുടെ വർത്തമാനം എന്റെ പ്രിയപ്പെട്ടവർ മനസ്സിലാക്കണേ. ആർഭാടങ്ങളില്ല, രസങ്ങളില്ല, അനുഭൂതികളില്ല, കേവലം ഒരു പരിചാരകനെ ഒട്ടകപ്പുറത്തിരുത്തിയിട്ട് മഹാനായ ഉമർ ഖത്താബ് തങ്ങള് ഈ ഒട്ടകത്തിന്റെ ചാൺ പിടിച്ചുകൊണ്ട് മുഖദ്ദസിലേക്ക് നടക്കുകയാണ്. അർളുൽ മുഖദ്ദസിന്റെ ചാരത്തെത്തിയപ്പോ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ദാഹിച്ചവശനായിട്ട് ഒരു കുളത്തിന്റെ അടുത്ത് പോയിട്ട് തന്റെ കാൽപാദം കഴുകുകയാണ്, അല്പം വെള്ളം കുടിക്കുകയാണ്. ആ സമയത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ വസ്ത്രത്തിൽ ആകമാനം ചളി പുരളുകയാണ്, കാലിൽ ചളി പുരളുകയാണ്. ബൈത്തുൽ മുഖദ്ദസിന്റെ അടുത്തെത്തിയപ്പോ ആളുകൾ പറയാൻ തുടങ്ങി, ആളുകൾ ഉറക്കെ വിളിച്ചു പറയാൻ തുടങ്ങി, ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ ഖലീഫ കടന്നു വരുന്ന കോലം കണ്ടോ? മഹാനായ ഫാറൂഖ് തങ്ങളോട് പറയുകയാണ്, അല്ലയോ അമീറൽ മുഅ്മിനീൻ, ഒന്ന് മര്യാദക്കൊന്ന് പോയിക്കൂടെ അമീറൽ മുഅ്മിനീൻ? നല്ല മനോഹരമായ വസ്ത്രം ധരിച്ചുകൊണ്ട് കുതിരപ്പുറത്ത് അതേപോലെ നല്ല വാഹനങ്ങളിൽ ഒന്ന് പോയിക്കൂടെ? തങ്ങളോട് മഹാനായ ഫാറൂഖ് തങ്ങളോട് പറയുകയാണ്. പാത്രിയാർക്കീസുമാർ താക്കോല് തരുന്ന നല്ല ചടങ്ങിലേക്കല്ലേ പോകുന്നത്, അതുകൊണ്ട് ഒട്ടകപ്പുറത്തേക്ക് നിങ്ങൾ കയറിയിരിക്കിൻ, എന്നിട്ട് ഈ തുന്നിക്കൂട്ടിയ വസ്ത്രങ്ങളൊക്കെ ഒന്ന് മാറ്റിയിട്ട് നല്ല വസ്ത്രം ധരിച്ചുകൊണ്ട് ആയിക്കോട്ടെ എന്ന് പറയുമ്പോൾ മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇവിടെ ഒരു വർത്തമാനം പറയാം. നഹ്നു ഖൗമുൻ അസ്സനല്ലാഹു ബിൽ ഇസ്ലാം فمن ابتغى العزة في غيره أذله الله نحن قوم عزنا الله بالإسلام فمن ابتغى العزة في غيره أذله الله മഹാനായ ഫാറൂഖ് തങ്ങൾ പറയുകയാണ്, നഹ്നു ഖൗമുൻ അഅസ്സനല്ലാഹു ബിൽ ഇസ്ലാം. ഈ സമുദായത്തിന് ഹൃദയാന്തരങ്ങളിൽ ദീനുണ്ടാകുമ്പോഴാണ്, ഇസ്ലാം ഉണ്ടാകുമ്പോഴാണ് ഇസ്സത്ത് ഉണ്ടാകുന്നത്. ഈ ഖൗമിന് ഇസ്സത്ത് ഉണ്ടാകുന്നത് മനസ്സിൽ ഇസ്ലാം ഉണ്ടാകുമ്പോഴാണ്, ജീവിതത്തിൽ ഇസ്ലാം ഉണ്ടാകുമ്പോഴാണ്. അല്ലാതെ മറ്റു പലതിലും ഇസ്സത്ത് എന്ന് കരുതിയാൽ ഫമനിബ്തഗൽ ഇസ്സത ഫീ ഗൈരിഹി അദല്ലഹുല്ലാഹ്. മറ്റു പലതിലുമാണ് ഇസ്സത്തെന്ന് കരുതിയാൽ ഈ ലോകത്ത് നിന്ന് അല്ലാഹു നാണം കെടുത്തുന്നതാണ്. അദല്ലഹുല്ലാഹ്.
അല്ലാഹു തആല നാണം കെടുത്തുമെന്ന് മഹാനായ ഫാറൂഖ് തങ്ങൾ വിളിച്ചു പറയുകയാണ്. മഹാനായ ഉമറുൽ ഖത്താബ് തങ്ങൾ പറയുകയാ, എൻ്റെ വസ്ത്രത്തിലല്ല, എൻ്റെ വാഹനത്തിലല്ല, എൻ്റെ മനോഹരമായ ജീവിതത്തിൻ്റെ രീതിയിലല്ല. മഹാനായ ഫാറൂഖ് തങ്ങൾ പറയുകയാ, നഹ്നു ഖൗമുൻ അസ്സനല്ലാഹു ബിൽ ഇസ്ലാം. ഇസ്ലാം കൊണ്ടാണ് പൊന്നുമോനെ ഇസ്സത്തുള്ളത്. ഇസ്ലാം ഇല്ലെങ്കിൽ മറ്റു പലതിലുമാണ്, വാഹനത്തിലാണ്, പ്രൗഢിയിലാണ്, സുഗന്ധങ്ങളിലാണ്, ഭൗതികമായ ആർഭാടത്തിലാണ് രസമെന്ന് കരുതിപ്പോയാ എൻ്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ പരിശുദ്ധ ദീനിന്റെ രണ്ടാമത്തെ ഖലീഫയാ പറയുന്നത്, ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ രണ്ടാമത്തെ ഖലീഫയാണ് പറയുന്നത്, നിന്റെ ഇസ്സത്തെല്ലാം അള്ളാഹു എടുത്തു കളയും. മാത്രമല്ല അല്ലാഹു തആല നാണം കെടുത്തുമെന്നാണ് ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ രണ്ടാമത്തെ ഖലീഫയാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ ജീവിത രീതി സുബ്ഹാനല്ലാഹ്, ഒരൊട്ടകപ്പുറത്ത് പരിചാരകനെ വെച്ചുകൊണ്ട് യാത്ര ചെയ്യാണ്, കടിഞ്ഞാൺ പിടിച്ചുകൊണ്ട്. ഇന്നത്തെ ഭരണാധികാരികൾ സുബ്ഹാനല്ലാഹ്, ഞാൻ ആ വിഷയത്തിലോട്ട് കടക്കുന്നില്ല, നമ്മുടെ മനസാന്തരങ്ങളിലേക്ക്, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ വീടുകളിൽ, നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ സമുദായത്തിൽ അള്ളാഹുവിൻ്റെ പരിശുദ്ധ ദീൻ കടന്നു വരുമ്പോ മാത്രമാണ് നമുക്ക് ഇസ്സത്ത് ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ നമ്മൾ നാണം കെടുക തന്നെ ചെയ്യും. അള്ളാഹുവിൻ്റെ ദീൻ നമ്മുടെ ജീവിതത്തിലുണ്ടോ? നമ്മുടെ സമൂഹത്തിൽ ദീനുണ്ടോ? നമ്മുടെ സമുദായത്തിൽ ദീനുണ്ടോ? എന്നാൽ നമുക്ക് അല്ലാഹു വലിയ ഇസ്സത്ത് തരുന്നതാണ്. അല്ലെങ്കിലോ അല്ലാഹു നമ്മെ നാണം കെടുത്തുന്നതാണ്. ഒരുപാട് പ്രതാപത്തോടെ സൗന്ദര്യത്തിന്റെ സുഗന്ധങ്ങൾ നിറച്ചു വെച്ചുകൊണ്ട് മുസ്ലിങ്ങൾ ഭരിച്ചിരുന്ന 800 കൊല്ലം ഭരിച്ചിരുന്ന സ്പെയിന് എന്തുകൊണ്ടാണ് നമ്മൾക്ക് നഷ്ടമായി പോയത്? അഭിമാനത്തോടെ, അസ്തിത്വത്തോടെ നമുക്ക് പറയാൻ പറ്റുമായിരുന്ന നമ്മുടെ കുർത്തുബ എന്തുകൊണ്ട് നമ്മൾക്ക് നഷ്ടപ്പെട്ടു പോയി? എന്തുകൊണ്ടാണ് നമ്മൾക്ക് സ്പെയിൻ അസ്തമിച്ചു പോയത്? അവിടെ ഇസ്സത്ത് എന്ന് പറഞ്ഞത് മറ്റു പലതിലും ആളുകൾ ഇസ്സത്തിനെ കണ്ടതുകൊണ്ടായിരുന്നു. അവിടെ നടക്കുന്ന ദർസുകളിൽ, അവിടെ നടക്കുന്ന ക്ലാസുകളിൽ, അവിടുത്തെ ചുറ്റുപാടുകളിലെല്ലാം നിരീക്ഷണം നടത്താൻ പോർച്ചുഗീസുകാരായ ചാരന്മാർ കടന്നു വന്നിരുന്നു എന്നാണ്. അവിടെ നടക്കുന്ന സ്വഹീഹുൽ ബുഖാരി ദർസിൽ, അവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും നിരീക്ഷിക്കാൻ ചാരന്മാർ കടന്നു വന്നിരുന്നു. അവർ അവിടുത്തെ കാര്യങ്ങൾ വിലയിരുത്തി തിരിച്ചു പോകുമായിരുന്നു. ഒരു ദിവസം ഒരു ചാരൻ കടന്നു വന്നു. ഒരാൾ അവിടുത്തെ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന, ഇസ്ലാമിന്റെ പ്രതാപകാലത്ത് അവിടെ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന ഒരു പൊന്നുമോനെ കാണുകയാണ്. വിഷാദത്തോടെ, സങ്കടത്തോടെ നിൽക്കുന്ന ആ പൊന്നുമോനോട് ഈ പോർച്ചുഗീസ് ചാരൻ ചോദിക്കുകയാണ്, പൊന്നുമോനെ, വാട്ട് ഹാപ്പൻ? പൊന്നുമോനെ, നിനക്കെന്തു പറ്റിയടാ മോനെ? ആ സമയത്ത് പൊന്നുമോൻ പറഞ്ഞുപോയി, എൻ്റെ കാമുകി എന്നോട് പിണങ്ങിയല്ലോ, എൻ്റെ പ്രണയിനി എന്നോട് പിണങ്ങിയെന്ന് ആ പൊന്നുമോൻ അവിടെ വെച്ചുകൊണ്ട് പറയുകയാണ്. ആ സമയത്ത് പോർച്ചുഗീസുകാരന്, പടിഞ്ഞാറുകാരന് മനസ്സിലായി, ഇസ്ലാമിന്റെ കയ്യിൽ നിന്ന് എല്ലാം നഷ്ടപ്പെട്ടു പോയി. ഇനി നമ്മുടെ ഓപ്പറേഷൻ എളുപ്പമാക്കാം, ഇനി നമ്മുടെ പ്രവർത്തനങ്ങൾ സജീവമാക്കാം. 800 വർഷം ഭരിച്ചുപോയ സ്പെയിൻ മുസ്ലിം സമുദായത്തിന്, ഇസ്ലാമിന് നഷ്ടപ്പെട്ടത് കേവലം 3 മാസങ്ങൾ കൊണ്ടായിരുന്നു. 3 മാസങ്ങൾ കൊണ്ടായിരുന്നു സ്പെയിൻ അല്ലാഹു നമ്മുടെ ഇസ്സത്തിൽ നിന്ന് നമുക്ക് അല്ലാഹു നഷ്ടപ്പെടുത്തിയത്. കേവലം 3 മാസങ്ങൾ കൊണ്ടായിരുന്നു. അതാണ് പറഞ്ഞത്, ഇസ്സത്ത് മറ്റു പലതിലുമായി പോയാൽ, നമ്മുടെ ഇസ്സത്ത് അല്ലാഹുവിന്റെ ദീനുണ്ടാകുമ്പോഴാണ്. മറ്റു ചിന്തകളിലേക്ക് മാറിപ്പോയാൽ അല്ലാഹു തന്ന നിഅമത്ത് അല്ലാഹു എടുത്തുകളയുമെന്നതിന്റെ തെളിവാണത്. 800 കൊല്ലം ഭരിച്ചത് 3 മാസം കൊണ്ടാണ് നഷ്ടപ്പെട്ടു പോയത്. സുബ്ഹാനല്ലാഹ്, അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇപ്പോഴും നമ്മുടെ ഇസ്സത്ത് ഉണ്ടാകുന്നത് നമ്മുടെ ജീവിതത്തിൽ ഇസ്ലാം ഉണ്ടാകുമ്പോഴാണ്. ഖാദിസിയ യുദ്ധം, അഗ്നിയാരാധകർക്കെതിരെ യുദ്ധം നടത്താൻ വേണ്ടിയിട്ട് മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ കടന്നു ചെല്ലുകയാണ്. ഒന്നാമത്തെ ദിവസം പരാജയമാണ്. ആ സമയത്ത് സഅദ് റളിയല്ലാഹു അൻഹു സ്വഹാബികളെ വിളിച്ചുകൊണ്ട് ചോദിക്കുകയാ,
അല്ലയോ സ്വഹാബാ, എന്തുകൊണ്ടാണ് പരാജയപ്പെട്ടു പോയത്? എന്തുകൊണ്ടാണ് യുദ്ധം നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയത്? ഒന്നാമത്തെ ദിവസം പരാജയപ്പെട്ടപ്പോ സ്വഹാബികളോട് ചോദിച്ചപ്പോ ഒരു സ്വഹാബി പറയുകയാ, നസീന സുന്നത്ത സിവാക്കി അൻ റസൂലില്ലാ, അല്ലാഹുവിന്റെ റസൂലിന്റെ മിസ്വാക്ക് സുന്നത്ത് നമ്മൾ മറന്നുപോയല്ലോ. ഒന്നാമത്തെ ദിവസം യുദ്ധം പരാജയപ്പെട്ടപ്പോ സ്വഹാബികൾ അവിടെ നിന്നുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുകയാ, നസീന സുന്നത്ത സിവാക്കി അൻ റസൂലില്ലാ, അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂലിന്റെ മിസ്വാക്ക് എന്ന മനോഹരമായ സുന്നത്ത് നമ്മൾ മറന്നുപോയല്ലോ. ഈ ഇറാനിലേക്ക് കടന്നു വന്നപ്പോ, ഈ യുദ്ധഭൂമിയിലേക്ക് കടന്നു വന്നപ്പോ നമുക്ക് അറാക്ക് കിട്ടിയില്ലല്ലോ. അറാക്ക് നമ്മൾക്ക് കിട്ടാത്തത് കൊണ്ട്, അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് നമ്മൾ എടുക്കാത്തത് കൊണ്ടാ. എന്റെ പ്രിയപ്പെട്ടവരെ, മഹാന്മാരായ സ്വഹാബികൾ വിളിച്ചു പറയുകയാണ്, ഒന്നാമത്തെ ദിവസം നമ്മൾക്ക് യുദ്ധം നഷ്ടപ്പെട്ടു പോയത് റസൂലുള്ളാഹിയുടെ സുന്നത്ത് നമ്മൾ നഷ്ടപ്പെടുത്തത് കൊണ്ടാണ്. മഹാനായ സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു ആ സമയത്ത് തന്നെ അറാക്ക് കൊണ്ടുവരാൻ ഓർഡർ ചെയ്യുകയാണ്. ഒരു യുദ്ധത്തിൽ പരാജയപ്പെട്ടപ്പോൾ ഒരു സഹാബിയും പറഞ്ഞില്ല വെപ്പൺ, ആയുധങ്ങളുടെ എന്താ പറയാ പോരായ്മയാണ്, അതല്ലെങ്കിൽ ആൾബലം അതിന്റെ പ്രശ്നമാണെന്നൊന്നും ഒരാളും പറഞ്ഞില്ല. അവർ പറഞ്ഞു, നമ്മൾ ഇറാനിലേക്ക് കടന്നു വന്നപ്പോൾ നമുക്ക് അറാക്ക് കിട്ടിയില്ല, അതുകൊണ്ട് നമുക്ക് റസൂലുള്ളാഹി തങ്ങളെ മിസ്വാക്ക് എന്ന സുന്നത്ത് എടുക്കാൻ പറ്റിയില്ല. അതാണ് മുസ്ലിം, അതാണ് നമ്മുടെ ഇസ്സത്ത്. നമ്മുടെ ജീവിതത്തിൽ ഇസ്ലാം ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ ഇസ്സത്ത്. പാവപ്പെട്ട സ്വഹാബികൾ ചിന്തിച്ചത് അങ്ങനെയായിരുന്നു. എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ നമ്മുടെ ദീനുമായി നമ്മൾ എങ്ങനെയെങ്കിലും അകന്നോ, ഒരു സുന്നത്തെങ്കിലും നമ്മൾ ഉപേക്ഷിച്ചു എന്നായിരുന്നു അവർ ചിന്തിച്ചിരുന്നത്. നമ്മൾക്ക് എന്തുമാത്രം പ്രശ്നങ്ങളുണ്ട്, നമുക്ക് ആർക്കെങ്കിലും അങ്ങനെ വല്ല ചിന്തയും വരാറുണ്ടോ? 100,000 പ്രശ്നങ്ങൾ കടന്നു വരും. ഒരാളും തന്നെ ഫർദ് 5 വക്ത് ഒരു വക്ത് പോലും നിസ്കരിച്ചിട്ടുണ്ടാവൂല, എന്നിട്ടല്ലേ സുന്നത്തിന്റെ കാര്യം. പിന്നെ എങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങൾ നേരെയാവുക? യുദ്ധത്തിൽ ചെറിയൊരു പരാജയം ഉണ്ടായപ്പോഴാണ് അവർ പറഞ്ഞത് മിസ്വാക്ക് മനഃപൂർവ്വം അവർ ഉപേക്ഷിച്ചതല്ല, അവർക്ക് അറാക്ക് കിട്ടാത്തത് കൊണ്ട് അവർക്ക് നബി തങ്ങൾ ഒരു സുന്നത്ത് നഷ്ടപ്പെട്ടു പോയി, അതുകൊണ്ടായിരിക്കാം എന്നാണ് അവർ പറഞ്ഞത്. സുബ്ഹാനല്ലാഹ്. മുസ്ലിമിന്റെ ഇസ്സത്ത് ജീവിതത്തിൽ ഇസ്ലാം ഉണ്ടാകുമ്പോഴാണ്, ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളിലും നമുക്ക് ഇസ്ലാം ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ഇസ്സത്ത് ഉണ്ടാകുന്നത്. അല്ലാഹു നമുക്ക് ഇസ്സത്ത് തരട്ടെ. ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ. നിന്റെ കാഴ്ചയും നിന്റെ കേൾവിയും നിന്റെ ചിന്തകളും റബ്ബിന്റെ മുമ്പിൽ ബോധിപ്പിക്കേണ്ടതാ മോളെ. എന്നോടും പിന്നെ നിങ്ങളോടുമാ സംസാരിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കളി കാണുന്ന, അതുപോലെ പരിശുദ്ധ റമദാനു ഷരീഫിൽ പോലും TV ഓൺ ചെയ്തുകൊണ്ട്, രാത്രി 2 മണിക്ക് പോലും ടെലിവിഷൻ ഓൺ ചെയ്തുകൊണ്ട് മെസ്സിയുടെയും നെയ്മറിന്റെയും വർത്തമാനങ്ങൾ കേൾക്കാനും കാണാനും അത് ആസ്വദിക്കാനും നിന്റെ റമദാന് പോലും നീ ചെലവഴിക്കുമ്പോ സുബ്ഹാനല്ലാഹ്, റബ്ബിനോട് നിന്റെ സമയം നീ പറഞ്ഞു കൊടുക്കേണ്ടി വരും മോനെ. ഓരോ സെക്കൻഡും നീ വർത്തമാനം റബ്ബിന്റെ മുമ്പിൽ പറയേണ്ടി വരും മോനെ. അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട ആളുകൾ അല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജദൻ വഖിയാമാ. അവർ രാത്രി കളി കാണുന്നവരല്ല, രാത്രി സീരിയൽ കാണുന്നവരല്ല, രാത്രി സിനിമ കാണുന്നവരല്ല, ഫുട്ബോൾ കളിച്ച് നടക്കുന്നവരല്ല. അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാർ റബ്ബിന് വേണ്ടി സുജൂദ് ചെയ്യുന്നവരാണ്. അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് നമസ്കരിക്കുന്നവരാണ്. അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട ദാസന്മാരായി നമ്മെ മാറ്റിത്തരുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, മഗ്രിബ് ഇശാഇന്റെ ഇടയിലുള്ള സമയത്തൊന്നും നമ്മൾ ടെലിവിഷന്റെ മുമ്പിൽ ഇരിക്കുന്നു. എത്ര വലിയ തെറ്റാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ വീടിന് ബർക്കത്തുണ്ടാകുമോ? മക്കൾ പിന്നെ സ്കൂളിൽ മാർക്ക് കുറവാണ്, മദ്രസയിൽ മാർക്ക് കുറവാണെന്ന് പറഞ്ഞു നടന്നിട്ട് കാര്യമുണ്ടോ? ആദ്യം നമ്മൾ ആ റിമോട്ട് എടുത്തുകൊണ്ട് നമ്മൾ അലമാരയ്ക്കകത്ത് വെക്കണം. ഉപ്പയും ഉമ്മയും ഒരുമിച്ചിരുന്നു കൊണ്ട് മക്കളെ അടുത്തിരുത്തിയിട്ട് സ്നേഹത്തോടെ അവർക്ക് കാണിച്ചു കൊടുക്കുകയാണ്. MIT മൂസ, അതുപോലെയുള്ള ടെലിവിഷൻ ചാനൽ പരിപാടികൾ, റിയാലിറ്റി ഷോകൾ, 14 രാവുകൾ,
പട്ടുറുമാലുകൾ നമ്മൾ കാണുന്നത് ദിക്ർ ചൊല്ലേണ്ട സമയത്താണ്. പണ്ട് കാലത്തൊക്കെ സെലിബ്രിറ്റികളായി നടന്നിരുന്ന, അതല്ലെങ്കിൽ അടിച്ചുപൊളിച്ച് നടന്നിരുന്ന ആളുകൾ മാത്രമേ ഇതൊക്കെ കാണാറുണ്ടായിരുന്നുള്ളൂ. ഇന്ന് വല്യമ്മമാരടക്കം ഇത് കാണാൻ, അതാണ് വലിയ സങ്കടം. വല്യപ്പമാരും അതുപോലെ വല്യമ്മമാരൊക്കെ റിമോട്ട് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഓടി വന്നുകൊണ്ട് മഗ്‌രിബ് നമസ്കരിക്കുകയാണ്. നമസ്കരിച്ച ഉടനെ തന്നെ എന്താ പറയാ, ഈ റിമോട്ട് എടുത്തിട്ട് വല്യപ്പമാരും വല്യമ്മമാരൊക്കെ. സുബ്ഹാനല്ലാഹ്, എന്റെ പ്രിയപ്പെട്ടവരെ, നിർത്തണം നിങ്ങളത്. വയസ്സും പ്രായവും ഒക്കെ അങ്ങ് എത്തിയിട്ടും ഈ ദുനിയാവിന്റെ രസവും ആനന്ദവും അനുഭൂതിയൊക്കെ അനുഭവിച്ചുകൊണ്ട് ഇനിയും ജീവിക്കാന്ന് പറഞ്ഞാൽ, ഇനിയും അതിലേക്കാണ് നിന്റെ ചിന്ത പോകുന്നതെങ്കിൽ നമ്മുടെ ആഖിബത്ത് മോശമാകൂലേ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ആ കാര്യത്തിലൊക്കെ ഒരു പുനർവിചിന്തനത്തിന് തയ്യാറാവുക. നമ്മുടെ ഓരോ സമയവും നമ്മൾ അള്ളാഹുവിനോട് മറുപടി പറയേണ്ടി വരും. അള്ളാഹു തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് സുജൂദ് ചെയ്യണം എൻ്റെ പ്രിയപ്പെട്ടവരെ. അള്ളാഹുവിന് ഏറെ ഇഷ്ടപ്പെട്ട, അള്ളാഹുമായി ഏറെ അടുക്കുന്ന സമയം ഏതെന്നറിയുമോ? റബ്ബിലേക്ക് നമ്മൾ സുജൂദ് ചെയ്യുമ്പോയാ. അള്ളാഹുവിന് വേണ്ടി പൊട്ടിക്കരഞ്ഞുകൊണ്ട് സുജൂദിൽ കിടന്നുകൊണ്ട് ഒന്ന് ദുആ ചെയ്യാൻ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് സാധിക്കുമോ? ഒരുപാട് നീറുന്ന പ്രശ്നമുണ്ടല്ലോ, ഒരുപാട് പ്രയാസമുണ്ടല്ലോ. എൻ്റെ പ്രിയപ്പെട്ട പൊന്നുമോൾക്ക് ഈ കാലമായിട്ടും ഒരു ഭർത്താവിനെ കിട്ടുന്നില്ലല്ലോ. എന്റെ ബാപ്പാക്ക് അസുഖമാണല്ലോ റബ്ബേ. എന്റെ പൊന്നുമോന് പഠിക്കാനുള്ള ബുദ്ധിയില്ലല്ലോ. എന്റെ വീടിനകത്ത് പ്രശ്നങ്ങളാണല്ലോ. എന്റെ മനസ്സിനെ സങ്കടപ്പെടുത്തുന്ന, അലട്ടുന്ന 100,000 പ്രശ്നങ്ങളാണല്ലോ പടച്ചവനെ എന്ന് പറഞ്ഞുകൊണ്ട് നീ പൊട്ടിക്കരഞ്ഞുകൊണ്ട് സുജൂദിൽ കിടന്നുകൊണ്ട് പടച്ച തമ്പുരാനോടൊന്ന് പറയടാ. അല്ലാഹു തആല നിനക്ക് വേണ്ടി കാത്തു നിൽക്കുകയാ, നമുക്ക് വേണ്ടി പടച്ച തമ്പുരാ കാത്തു നിൽക്കുകയാണ്. അല്ലാഹു പറയുകയാണ്, ഉദുഉനി അസ്തജിബ് ലക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വേണ്ടി കാത്തിരിക്കുക. പെങ്ങളെ, പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഇന്നേ വരെ ഒന്ന് പൊട്ടിക്കരഞ്ഞിട്ടുണ്ടോ? അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് പൊട്ടിക്കരഞ്ഞ കണ്ണ് നരകത്തിലില്ല. ഒരുപാട് മഹത്വമുള്ള, അല്ലാഹുവിലേക്ക് അടുക്കാൻ പറ്റുന്ന, ഒരുപാട് കൂലി കിട്ടുന്ന, നിന്റെ സകല പ്രയാസങ്ങൾക്കും മറുതി വരുത്താൻ പറ്റുന്ന അല്ലാഹുവിന്റെ മുമ്പിൽ പൊട്ടിക്കരയാൻ നീ മറക്കല്ല മോളെ. എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഇന്ന് രാത്രി തന്നെ വീട്ടിൽ ചെന്നിട്ട് രാത്രി 2 മണിക്ക് 3 മണിക്ക് ആരും കാണാതെ വുളു എടുത്തുകൊണ്ട് പൊട്ടിക്കരന്നുകൊണ്ട് ഇലാഹിലേക്ക് കൈകൾ ഉയർത്തിയെന്ന് പറയടാ മോനെ. നിന്റെ മനസ്സിനകത്തുള്ള സങ്കടം പറയടാ. നിന്റെ ജീവിതത്തിൽ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രയാസം പറയടാ. നിന്റെ മാതാവിന്റെ അസുഖം പറയടാ. നിന്നെ പഠിപ്പിച്ച ഗുരുനാഥന്മാർക്ക് വേണ്ടി പറയടാ. നിന്റെ ജീവിതത്തിലുള്ള എല്ലാ കാര്യങ്ങളും റബ്ബിനോട് പറയടാ. അല്ലാഹുവിനോട് പറ പൊന്നുമോനെ, ഉത്തരം കിട്ടുമെടാ മോനെ. ഏതെങ്കിലും സമയത്ത് മനസ്സിൽ പോലും ചിന്തയില്ലാതെ ആമീൻ എന്ന് പറഞ്ഞു പോയത് കൊണ്ട് ദുആയായില്ല മോനെ. റബ്ബിലേക്ക് ഏറെ അടുത്തുകൊണ്ട്, ആരുമില്ല ഒറ്റക്കിരുന്നു കൊണ്ട് ഇരുട്ടുള്ള മുറിയിൽ നിന്റെ മുസല്ല വിരിച്ചുകൊണ്ട് 2 റക്അത്ത് തഹജ്ജുദ് നമസ്കരിച്ചുകൊണ്ട് പറയുമോനെ, നിന്റെ സകലമായ പ്രശ്നങ്ങൾക്കും പടച്ച തമ്പുരാ അല്ലാഹു തആല തീർപ്പ് കൽപ്പിക്കുന്നതാണ്. അല്ലാഹുവിന് ഏറെ ഇഷ്ടമാ പൊന്നുമോനെ. പടച്ച തമ്പുരാ പറഞ്ഞ കാര്യം എന്തെന്നറിയുമോ? നിങ്ങൾ എന്നിലേക്കൊരു ചാണൊടുത്ത ഞാൻ നിങ്ങളിലേക്കൊരു മുഴം മടുക്കുമെന്നാണ്. അള്ളാഹുവിലേക്ക് നടന്നെടുത്ത അള്ളാഹു നമ്മിലേക്ക് ഓടിയെടുക്കുമെന്നല്ലേ. അതുകൊണ്ട് റബ്ബിലേക്ക് നടന്നെടുക്കല്ല, നമ്മൾ അള്ളാഹുവിലേക്ക് നമ്മൾ ഓടിയെടുക്കാൻ തീരുമാനിക്കുകയാ. പടച്ച റബ്ബിലേക്ക് നമ്മൾ ഓടിയെടുക്കുന്നത് എങ്ങനെയാ? റബ്ബിലേക്ക് ഏറ്റവും അധികം നമ്മൾ ബന്ധപ്പെടേണ്ട സമയമേതെന്നറിയുമോ? അത് നമ്മൾ സുജൂദിൽ കിടക്കുന്ന സമയമാണ്. അതുകൊണ്ട് എല്ലാവരും ഇന്ന് തന്നെ പോയിട്ട് പ്രതിജ്ഞ എടുക്കുക. ഈ സദസ്സിൽ വെച്ച് തന്നെ ഉറപ്പിക്കുക, ഇന്ന് രാത്രി ഞാൻ പോയിട്ട് എന്തായാലും തഹജ്ജുദ് നമസ്കരിക്കും, ദുആ ചെയ്യുമെന്ന് ഇൻഷാ അല്ലാഹ്. എത്ര പേര് ചെയ്യും? ഇന്ന് രാത്രി തഹജ്ജുദ് നമസ്കരിക്കുമെന്ന് ഉറപ്പുള്ളവരെന്ന് കൈപൊക്കിയാണ്. പിന്നെ മാറ്റാൻ പറ്റൂല. ഈ സദസ്സിൽ വെച്ചുകൊണ്ടാണ് നിങ്ങൾ തീരുമാനമെടുക്കുന്നത്. മാഷാ അല്ലാഹ്. ഈ കൈപൊക്കിയവർക്കൊക്കെ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. കൈപൊക്കാത്തവർക്കും അല്ലാഹു തആല ഭാഗ്യം നൽകുമാറാകട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ഇസ്സത്ത് എന്ന് പറഞ്ഞത് നമ്മുടെ ദീനിലാണ്, നമ്മുടെ ഇസ്ലാമിലാണ്. നമ്മുടെ മനസ്സിനകത്ത് ഇസ്ലാം ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ പ്രയാസങ്ങളെല്ലാം അസ്തമിച്ചു പോകുന്നത്. നമ്മുടെ മനസ്സിന് റാഹത്തുണ്ടാകുന്നത്, നമ്മുടെ ജീവിതത്തിന് നല്ല സ്മൂത്ത്നെസ് ഉണ്ടാകുന്നത്,
ഇസ്ലാം നമ്മിലേക്ക് സന്നിവേശിക്കപ്പെടുമ്പോഴാണ്. അല്ലാത്തതെല്ലാം നിഷ്ഫലമാണ് പൊന്നുമോനെ. എല്ലാം ലോകത്തുനിന്ന് വലിച്ചെറിഞ്ഞുകൊണ്ട് ആഖിറത്തിന്റെ ലോകത്തേക്ക് പോകേണ്ടവരാണ്, ഖബറിലേക്ക് പോകേണ്ടവരാണ് നമ്മൾ. നിസാരമായ 50-60 വർഷം ഭൂമി ലോകത്ത് നമ്മൾ ജീവിക്കാ, എന്തൊക്കെയോ നമ്മൾ വാരിക്കൂട്ടുകയാണല്ലോ. വലിയ വലിയ ബിൽഡിങ്ങിന്റെ പിന്നാലെ ഓടുകയാണല്ലോ, വലിയ വലിയ കാറുകളെ പിന്നാലെ ഓടുകയാണല്ലോ. അള്ളാഹുവിനെ മറന്നുകൊണ്ട്, ദീന് മറന്നുകൊണ്ട്, ഇസ്ലാം മറന്നുകൊണ്ട്, തോന്നിയ പോലെ ഈ ദുനിയാവിന്റെ രസം കണ്ടുകൊണ്ട്, ആർഭാടം കണ്ടുകൊണ്ട്, ആനന്ദം കണ്ടുകൊണ്ട് പൊന്നുമോനെ നീ നടക്കല്ലടാ. അള്ളാഹുവേ ഞങ്ങളെ കാക്കണേ അല്ലാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധ സ്വഹാബികളോട് ക്ലാസ് എടുക്കുന്ന സമയത്തൊക്കെ ചോദിക്കാറുണ്ട്, ആരെങ്കിലും വല്ല സ്വപ്നം കണ്ടിട്ടുണ്ടോ? ഇല്ല, നമ്മളൊക്കെ സ്വപ്നം കാണാറുണ്ടല്ലോ. അപ്പൊ നബി തങ്ങള് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് വെറൈറ്റി സ്വപ്നങ്ങളൊക്കെ പല സ്വഹാബികളും കാണും. അതിനെക്കുറിച്ചൊക്കെ അവർ ഡിസ്കസ് ചെയ്യും. ആരെങ്കിലും വല്ല പുതിയ സ്വപ്നം കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കും. അപ്പൊ സ്വഹാബികളൊക്കെ ഇങ്ങനെ പറയും. മഹാനായ ഇബ്നു ഉമർ തങ്ങൾ ഒരു സ്വപ്നവും കാണാറുണ്ടായിരുന്നില്ല. അപ്പൊ മൂപ്പർക്ക് ഭയങ്കര താല്പര്യം, മഹാനവറുകൾക്ക് ഭയങ്കര താല്പര്യം. ഒരു സ്വപ്നമെങ്കിലും ഒന്ന് കണ്ടിരുന്നുവെങ്കിൽ മുത്തുനബി തങ്ങൾ ചോദിക്കുമ്പോൾ എനിക്കൊന്ന് പറയാലോ എന്ന് വിചാരിച്ചുകൊണ്ട് പടച്ച തമ്പിനോട് ദുആ ചെയ്തു, പടച്ചവനെ ഒരു സ്വപ്നമെങ്കിലും എനിക്ക് കാട്ടിത്താ എന്ന് പറഞ്ഞിട്ട് മഹാനുഭാവന് കിടന്നുറങ്ങി. അന്ന് രാത്രി മഹാനായ ഇബ്നു ഉമർ തങ്ങൾ സ്വപ്നം കാണുകയാണ്. 2 മലക്കുകൾ വന്നുകൊണ്ട് മഹാനുഭാവനെ കൂട്ടിയിട്ട് അള്ളാഹുവിന്റെ നരകത്തിന്റെ ലോകത്തേക്ക് കൊണ്ടുപോവുകയാണ്. 2 മലക്കുകൾ ഈ മനുഷ്യനെ മഹാനായ ഇബ്നു ഉമർ തങ്ങളെ കൂട്ടിയിട്ട് നരകത്തിന്റെ ലോകത്തേക്ക് ചെല്ലുകയാ. മഹാനായ ഇബ്നു ഉമർ തങ്ങൾ പറയുകയാ, എനിക്ക് പരിചയമുള്ള ഒരുപാട് പേര് നരകത്തിൽ കിടക്കുകയാണ്, എനിക്ക് പരിചയമുള്ള ഒരുപാട് പേര് നരകത്തിനകത്ത്, തീകുണ്ടാരത്തിനകത്ത് വെന്തുരുകുന്നല്ലോ. ഞാൻ കാണുന്ന, ഞാൻ വർത്തമാനം പറയുന്ന, എന്നെ അറിയുന്ന, ഞങ്ങൾ തമ്മിൽ ബന്ധമുള്ള ഒരുപാട് പേര് ആ വൃത്തികെട്ട, മോശപ്പെട്ട, ക്രൂരമായ മർദ്ദനങ്ങൾ കളിയാടുന്ന നരകാഗ്നിക്കകത്ത് വെന്തു നീറുകയാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് സങ്കടപ്പെട്ടപ്പോ സുബ്ഹാനല്ലാഹ്, ആ ഞെട്ടിക്കുന്ന കാഴ്ച കണ്ടുകൊണ്ട് മഹാനായ ഇബ്നു ഉമർ തങ്ങൾ ഞെട്ടിപ്പോവുകയാണ്. ഞെട്ടിത്തരിച്ചുകൊണ്ട് മഹാനായ ഇബ്നു ഉമർ തങ്ങൾ ഞെട്ടി ഉണരുകയാ. തന്റെ സഹോദരിയോട് മഹാനുഭാവന് പറയുകയാ, തന്റെ പ്രിയപ്പെട്ട സഹോദരി നബി തങ്ങളുടെ ഭാര്യയാ, പ്രിയപ്പെട്ട സഹോദരിയോട് പറയുകയാണ്. ഇബ്നു ഉമർ തങ്ങൾ പറയുകയാ, ഞാൻ ഇന്നാലിന്ന സ്വപ്നം കണ്ടല്ലോ, ആ സ്വപ്നത്തെ കുറിച്ച് മുത്തു നബി തങ്ങളോടൊന്ന് പറയണമെന്ന് പറയുകയാണ്. നബി തങ്ങളോട് മഹാനായ ഇബ്നു ഉമർ തങ്ങളുടെ സഹോദരി, നബി തങ്ങളുടെ വൈഫാണ്, ഭാര്യയാണ്, നമ്മുടെ ഉമ്മയാണ്, അവര് സ്വപ്നത്തെ കുറിച്ച് പറഞ്ഞു. ആ സമയത്ത് നബി തങ്ങൾ ഒരു വർത്തമാനം പറയുന്നു, നിഅ്മർ റജുൽ, ഇബ്നു ഉമർ തങ്ങൾ എത്ര നന്നായിരുന്നു, എത്ര നല്ല മനുഷ്യനാണ്, രാത്രി 2 റക്അത്ത് നമസ്കരിച്ചിരുന്നുവെങ്കിൽ എന്ന് നബി തങ്ങൾ പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, രാത്രി 2 റക്അത്ത് നമസ്കരിച്ചിരുന്നുവെങ്കിൽ എന്ന് പറഞ്ഞു. നബി തങ്ങൾ തഹജ്ജുദ് നമസ്കാരത്തെയായിരുന്നു ഉദ്ദേശിച്ചിരുന്നത്. അപ്പോ ഇത് അർത്ഥമാക്കുന്നത് നരകമെന്ന് പറയുന്ന അഗ്നികുണ്ടാരം അത് കണ്ണുകൊണ്ട് കാണുക പോലും ചെയ്യാതെ സ്വർഗത്തിലേക്ക് പോകണം, അതിനുവേണ്ടി 2 റക്അത്ത് നമസ്കരിക്കണം എന്നതായിരുന്നു അതിന്റെ ഒരു ഉദ്ദേശമുണ്ടായിരുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, തഹജ്ജുദ് നമസ്കാരത്തിന്റെ പ്രത്യേകതയാണ്, അതിന്റെ പവറാണ്. ആ സുജൂദിൽ കിടന്നുകൊണ്ട് പൊട്ടിക്കരയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് അള്ളാഹു തരുന്നൊരു സുഖം, അത് മറ്റൊരു കാര്യത്തിനും ആ സുഖം കിട്ടുകയില്ല. ദുനിയാവിൽ മറ്റൊരു വസ്തുവും ആ സുഖം നമുക്ക് തരാൻ ഉതകുന്നതുമല്ല. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് തങ്ങൾ പറയാറുണ്ട്, മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് തങ്ങൾ പറയുകയാണ്, നമ്മൾ അറിഞ്ഞിരുന്ന സുഖം അത് രാജാക്കന്മാർ അറിഞ്ഞിരുന്നുവെങ്കിൽ, ഭരണകർത്താക്കൾ നമ്മൾ അറിഞ്ഞിരുന്ന സുഖം അറിഞ്ഞിരുന്നുവെങ്കിൽ അവർ വാളുകൊണ്ട് നമ്മെ വെട്ടുമായിരുന്നല്ലോ, അവർ വാളുകൊണ്ട് നമ്മെ കൊലപ്പെടുത്തുമായിരുന്നല്ലോ. ആളുകൾ ചോദിച്ചു, അല്ലയോ തങ്ങളെ, എന്താണ് സുഖം, എന്താണ് അറിഞ്ഞിരുന്നത്, എന്താണ് അവിടുന്ന് ഉദ്ദേശിച്ചതെന്ന് ചോദിച്ചപ്പോ അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് തങ്ങൾ പറയുകയാ, മഅരിഫത്തുല്ലാഹ്, മഅരിഫത്തുല്ലാഹ്, അല്ലാഹുവിനെ
അറിയുമ്പോഴുണ്ടാകുന്ന പടച്ച റബ്ബ് തരുന്ന സുഖമുണ്ടല്ലോ, അത് രാജാക്കന്മാർക്ക് കിട്ടുന്നില്ലല്ലോ. എത്രയെത്ര രാജാക്കന്മാരാണ് കടന്നു പോയിരിക്കുന്നത്, അവരാരും തന്നെ റബ്ബിനെ അറിയുന്ന സുഖം അനുഭവിച്ചില്ലല്ലോ. നമ്മൾ അനുഭവിച്ച വർത്തമാനമെങ്കിലും അവരറിഞ്ഞ അവർ വാളുകൊണ്ട് നമ്മെ കൊല്ലുമായിരുന്നുവെന്ന് അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് തങ്ങൾ പറയുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നിന്റെ സാമ്പാ നൃത്ത താളങ്ങൾക്കില്ല, അമേരിക്കക്കാരൻ പാടുന്ന പാട്ടുകൾക്കില്ല, പോപ്പ് സംഗീതത്തിന്റെ മാസ്മരിക ചടുല താളങ്ങൾക്കില്ല, റിയാലിറ്റി ഷോകൾക്കില്ല, സിനിമകൾക്കില്ല, ഷാരൂഖ് ഖാൻ പാടുകയും ആടുകയും ചെയ്യുന്ന സീനുകൾക്കില്ല. നിനക്ക് തരാൻ പറ്റുന്ന ഏറ്റവും വലിയ സുഖം എന്തെന്നറിയുമോ? സുബ്ഹാനല്ലാഹ്, മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് തങ്ങൾ പറയുകയാണ്, അള്ളാഹുവിനെ അറിയുമ്പോൾ ഉണ്ടാകുന്ന രസമാണ്, ആനന്ദമാണ്. അള്ളാഹുവിന്റെ ഔലിയാക്കൾ ഒരുപാട് അനുഭവിച്ച സുഖമുണ്ടല്ലോ, അള്ളാഹുവിന്റെ ആരിഫീങ്ങൾ അനുഭവിച്ച സുഖമുണ്ടല്ലോ. അത് പൊന്നുമോനെ നിനക്ക് അനുഭവിക്കണമെങ്കിൽ, നിന്റെ ഹൃദയത്തിലേക്ക് അനുഭവിക്കണമെങ്കിൽ, നിന്റെ മനസ്സിലേക്ക് ആനന്ദം കടന്നു വരണമെങ്കിൽ, സുബ്ഹാനല്ലാഹ്, ഒരു മാർഗം ഞാൻ പറഞ്ഞു തരികയാണ്. ഇന്ന് രാത്രി തന്നെ നേരത്തെ പറഞ്ഞ പോലെ ചെയ്യടാ മോനെ, ഒന്ന് പരീക്ഷിച്ചു നോക്കടാ പൊന്നുമോനെ. ആരുമില്ലാത്ത സമയത്ത് നിന്റെ ഭാര്യ അറിയാതെ, മക്കളറിയാതെ, ഭർത്താവ് അറിയാതെ, നിന്റെ വാപ്പയറിയാതെ, ഉമ്മയറിയാതെ, നിന്റെ വീട്ടിൽ ആരും അറിയാതെ പൊന്നുമോനെ, ആരും അറിയാതെ അലാറം വെച്ചുകൊണ്ട് നീ രാത്രിയുടെ യാമങ്ങളിൽ നീ എഴുന്നേറ്റുകൊണ്ട് തഹജ്ജുദ് നമസ്കരിച്ചുകൊണ്ട് നീ അല്ലാഹുവിനോടൊന്ന് ദുആ ചെയ്യ് പൊന്നുമോനെ. തഹജ്ജുദിൽ കിടന്നുകൊണ്ട്, സുജൂദിൽ കിടന്നുകൊണ്ട്, പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിന്റെ സങ്കടത്തിന്റെ അലമാലകൾ പടച്ച റബ്ബിന്റെ മുമ്പിൽ കൊടുക്കടാ. ആ സമയത്ത് ദുആ ചെയ്ത് കഴിയുമ്പോ, തഹജ്ജുദ് നമസ്കാരം കഴിയുമ്പോ അല്ലാഹു നിന്റെ മനസാന്തരത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു രസമുണ്ട് പൊന്നുമോനെ. ലോകത്തൊരു രസത്തിനും ആ സുഗന്ധമില്ലടാ, ഒരു ടെലിവിഷൻ ചാനലുകാരനും ആ രസമില്ലടാ, നീ കഴിക്കുന്ന ഒരു ഭക്ഷണത്തിനും ആ സുഗന്ധമില്ലടാ. അല്ലാഹു തരുന്ന മഅരിഫത്തുല്ലാഹ്, അല്ലാഹുവിനെ അറിയുമ്പോൾ പടച്ച തമ്പുരാൻ തരുന്ന ആനന്ദവും സുഗന്ധവും സുഖവും അത് ലോകത്തിന് ഒരു വസ്തുവിനും നിന്നെ അനുഭവിപ്പിക്കാൻ കഴിയില്ല പൊന്നുമോനെ. ആർക്കും നിന്നെ ആ സുഗന്ധം തരാൻ പറ്റില്ലടാ മോനെ. നിന്നെ മനസ്സുകൊണ്ട് സുഗന്ധം അനുഭവിക്കണമെങ്കിൽ ഇന്ന് രാത്രി തന്നെ തഹജ്ജുദ് നമസ്കരിക്കടാ. ഞാൻ ആവർത്തിച്ചുകൊണ്ട് പറയുന്നത് നിങ്ങളെ മനസ്സിലകത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ പ്രതിജ്ഞ എടുക്കണേ. ഈ സദസ്സുകൊണ്ട് നിങ്ങൾക്കൊരു കാര്യമെങ്കിലും ഉണ്ടാകട്ടെ. ഈ പാവപ്പെട്ടവൻ വന്നുകൊണ്ട് ശബ്ദമിട്ടുകൊണ്ട് വർത്തമാനം പറയുമ്പോ എന്തെങ്കിലും ഒരു കാര്യമുണ്ടാവണ്ടേ, അതിനുവേണ്ടി പറയുകയാണ്. ആരും തന്നെ മുടക്കല്ലടാ, ഇന്ന് തന്നെ ഉറപ്പിക്കു പൊന്നുമോനെ. അതുകൊണ്ട് നമ്മൾ ആ കാര്യം ഉറപ്പിക്കുക. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. മാത്രമല്ല, ഈ സുജൂദ് കൊണ്ട് അള്ളാഹുവിനോട് ചെയ്യുന്ന ഇബാദത്തുകൾക്കൊക്കെ അതിനെ നമ്മൾ ശാസ്ത്രീയമായിട്ട് അപഗ്രഥിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കാനുണ്ട്. സുജൂദ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബ്രെയിനിലേക്ക്, അല്ലേ, നമ്മുടെ ബ്രെയിനിന്റെ പൊസിഷൻ നമ്മുടെ ഹേർട്ടിനേക്കാൾ കുറച്ചുകൂടെ ബിലോ ആണ്, അടിയിലേക്കാണ് വരിക. അപ്പൊ എക്സസ് ബ്ലഡ്, കൂടുതൽ ബ്ലഡ് നമ്മുടെ ബ്രെയിനിലേക്ക് വന്നിട്ട് നമ്മുടെ ബ്രെയിനിന്, നമ്മുടെ മസ്തിഷ്കത്തിന് അത് കൂടുതൽ എനർജി നൽകും, കൂടുതൽ ഊർജം നൽകുമെന്നാണ് സയന്റിഫിക്കലി പ്രൂവ്ഡ് ആണ്. നോക്കിങ്ങള്, ലോകത്ത് ഒരു മതസ്ഥർക്കും ഇങ്ങനത്തെ ഒരു ഇബാദത്തില്ലല്ലോ. അള്ളാഹുവിലേക്ക് സർവ്വതും സമർപ്പിച്ചുകൊണ്ടിരിക്കുക, അത് തന്നെ ബൗദ്ധികമായിട്ട് ഒരുപാട് ഗുണങ്ങളുള്ള ഒരു വ്യായാമം പോലെ. സുബ്ഹാനല്ലാഹ്, അള്ളാഹു അതൊക്കെ ചെയ്യാൻ, മനസ്സറിഞ്ഞുകൊണ്ട് ചെയ്യാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. എല്ലാവരും ഉറക്കാമേയും പറയും. അള്ളാഹു മനസ്സറിഞ്ഞുകൊണ്ട് ചെയ്യാൻ നമുക്ക് ഏവർക്കും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മാത്രമല്ല, നമസ്കാരത്തിലൊക്കെ ഒരുപാട് 5 വക്ത് നമസ്കാരം അല്ലാഹു തആല ക്രമീകരിച്ചിരിക്കുന്നത് എക്സസൈസ് ചെയ്യാൻ പറ്റിയ സമയത്താണ്. നമ്മുടെ ബയോളജിക്കലി ക്ലോക്ക് എന്ന് പറഞ്ഞിട്ട് ക്ലോക്ക് ഉണ്ടല്ലോ, ആ ക്ലോക്കുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ടൈമിലാണ്. ആ 5 വക്തിന്റെ അവ്വൽ വക്തിൽ നമ്മൾ നമസ്കരിക്കുമ്പോൾ അത് നമ്മുടെ ശരീരത്തിന് ഏറ്റവും ആവശ്യമായ സമയമാണ്. എന്തിന്? എക്സസൈസ് ചെയ്യാൻ. അത്രക്ക് കൃത്യമായിട്ടാണ് അതിന്റെ ടൈമിങ് പോലും അല്ലാഹു തആല നിശ്ചയിച്ചത്. പിന്നെ നോമ്പ്, ഞാൻ വന്നപ്പോൾ ഇടയിൽ പറയാണ്, നോമ്പിനൊക്കെ ഒരുപാട് ആരോഗ്യ രഹസ്യങ്ങൾ. ഒരാൾ രാവിലെ മുതൽ പട്ടിണി കിടക്കുകയാണ്, അല്ലേ, ഭക്ഷണങ്ങളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് നോമ്പെടുക്കുമ്പോൾ അയാളെ ചെറുകുടലിലെ പെരിറ്റോണിയം പൊട്ടിയിട്ട് ഒരു എൻസൈം ഊർന്നിറങ്ങും. ആ എൻസൈം കാരണം ഇവന്
ഒരുപാട് തവണ 10 ടൈംസ് ഇവന്റെ ഇമ്മ്യൂണോളജിക്കൽ കപ്പാസിറ്റി വർദ്ധിക്കുന്നതാണ്. നമ്മുടെ രോഗപ്രതിരോധ ശേഷി, ഇമ്മ്യൂണോളജിക്കൽ കപ്പാസിറ്റി അല്ലെ, പ്രതിരോധ ശക്തി, അത് അള്ളാഹു വർദ്ധിപ്പിക്കുമെന്നാണ്. അത് ശാസ്ത്രജ്ഞന്മാരെ കണ്ടെത്തിയ ഒരു ട്രൂത്താണ്. അങ്ങനെ നമ്മുടെ ഇബാദത്തുകൾക്കൊക്കെ സയന്റിഫിക്കലി നമ്മുടെ ആരോഗ്യത്തിന് വളരെയധികം ആപ്റ്റാണ്. വളരെ കൃത്യമായിട്ട് നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാൻ പറ്റുന്ന തരത്തിലാണ്. ഡോക്ടർ 4 മണിക്ക് എഴുന്നേറ്റ് നടക്കാൻ പറഞ്ഞാൽ നമ്മൾ നടക്കും അല്ലേ? ട്രാക്ക് സ്യൂട്ട് ധരിച്ചുകൊണ്ട് അല്ലേ കിലോമീറ്ററുകളോളം നടക്കും. ഇപ്പോൾ റോഡിലൊക്കെ അത് എപ്പോഴും കാണാൻ പറ്റിയൊരു സംഭവമാണ്. ആളുകൾ ഇങ്ങനെ നടക്കുകയാണ്. എന്നാൽ സുബഹിന്റെ മുമ്പ് എഴുന്നേറ്റുകൊണ്ട് 2 റക്അത്ത് നമസ്കരിക്കാൻ പറഞ്ഞാൽ നമുക്കൊന്നും പറ്റൂല. എന്റെ പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ നമ്മൾ ചെയ്താൽ, കൃത്യമായി ചെയ്താൽ അള്ളാഹു സകല അസുഖങ്ങളിൽ നിന്നും നമ്മെ സംരക്ഷിക്കും. ഇതൊക്കെ നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യശാസ്ത്രപരമായിട്ട് വളരെ അത്യാവശ്യമായ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അള്ളാഹു നല്ലതുപോലെ ഉൾക്കൊള്ളാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അടുത്തതായി അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് ഇഷ്ടപ്പെട്ട ദാസന്മാരെ കുറിച്ച് പറഞ്ഞത് വലാ യസ്നൂ, അവർ വ്യഭിചരിക്കാത്തവരാണ്. കണ്ണുകൊണ്ടും കാതുകൊണ്ടും ശരീരത്തിന്റെ അവയവങ്ങൾ കൊണ്ടും വ്യഭിചാരം നടത്തി പോവുകയാണ്. അല്ലാഹുവേ, ഈ സമുദായത്തെ നീ കാക്കണേ അല്ലാ. പൂജാരിയുടെ കൂടെ ഒളിച്ചോടി പോയ പാവപ്പെട്ട പൊന്നുമോളുടെ കഥനത്തിന്റെ കഥ നമ്മൾ കേട്ടതല്ലേ? നൈമിഷികമായ ആസ്വാദനത്തിന് വേണ്ടിയിട്ട് അന്യമതക്കാരുടെ കൂടെ ഒളിച്ചോടി പോകുന്ന എത്രയെത്ര പെൺകുട്ടികളാണ് നമ്മുടെ മുന്നിലുള്ളത്. പൊന്നുമോളെ, ഒരു നല്ല മരണം മോളെ, പൊന്നുമോളെ നിനക്ക് കിട്ടുമോ മോളെ? സ്നേഹത്തോടെ ചോദിക്കുക. +2 പഠിക്കുന്ന, +1 പഠിക്കുന്ന എത്രയെത്ര പെങ്ങന്മാരുണ്ട് ഇവിടെ. നിന്റെ മാതാവിനെ, നിന്റെ പിതാവിനെ കണ്ണുനീരിന്റെ കയത്തിലേക്ക് തള്ളിയിട്ട് പൊന്നുമോളെ നീ എന്ത് രസമാണ് അനുഭവിക്കാൻ പോകുന്നത്. അല്ലാഹുവിന് നിന്നെ വേണ്ടല്ല മോളെ. നിന്റെ ബാപ്പാക്കും നിന്റെ ഉമ്മാക്കും നിന്നെ വേണ്ടല്ല മോളെ. എല്ലാവരെയും വലിച്ചെറിഞ്ഞുകൊണ്ട് കാമുകന്റെ കേവലം നൈമിഷികമായ രസത്തിന്റെ പിന്നാലെ നിന്റെ അസ്തിത്വത്തെ പൊന്നുമോളെ പണയപ്പെടുത്തല്ല. അങ്ങനെ ഒളിച്ചോടിപ്പോയവരൊക്കെ ഖേദിച്ച ചരിത്രമേ ഉള്ളൂ നമ്മുടെ മുന്നിൽ. ഒരു നല്ല മരണത്തോടെ ഒരു നല്ല മരണം കിട്ടുമോ പെങ്ങളെ? അസ്റായിലിന്റെ മുമ്പിൽ പൊന്നുമോളെ എല്ലാ പത്തി മടക്കേണ്ടി വരൂല്ലേ? നിന്നെ സ്നേഹത്തോടെ വളർത്തിയ നിന്റെ മാതാവ്, നിന്റെ പിതാവ്, അവരൊക്കെ സങ്കടത്തിന്റെ കണ്ണുനീർ കയത്തിലാണ്. ഈ പാവപ്പെട്ട പൂജാരിയുടെ കൂടെ ഒളിച്ചോടിപ്പോയ പ്രിയപ്പെട്ട പൊന്നുമോളുടെ മാതാവ് ഒരു സങ്കടത്തിന്റെ കത്തെഴുതിയത് ഞാൻ വായിക്കാനിടയായി. പ്രിയപ്പെട്ട മാതാവ് പറയുന്നു, മോളെ, സങ്കടത്തോടെയാണ് പൊന്നുമോളെ ഈ കത്തെഴുതുന്നത്. നിന്റെ അനിയത്തിയെ നിന്റെ അളാപ്പ വീട്ടിൽ നിന്നും കൂട്ടിക്കൊണ്ടുപോയി ഞങ്ങൾ അടുത്തു നിന്നാൽ അവള് കൂടെ ചീത്തയാകി പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടാണ്. ആരാണ് മോളെ നിന്നെ വെടക്കാക്കിയത്? ആരാണ് പൊന്നുമോളെ നിന്നെ ചീത്തയാക്കിയത്? ഞങ്ങളാണോ? നീ ഒരു മൊബൈൽ ഫോൺ മേടിക്കണമെന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ സമ്മതിച്ചിട്ടില്ലല്ലോ. നീ ഒരുപാട് കരഞ്ഞു. ഭക്ഷണം കഴിക്കാതെ നീ പിണങ്ങിയപ്പോ ഞങ്ങൾ നിന്നൊക്കെ മുമ്പിൽ വകവെച്ചിട്ടില്ലല്ലോ. നിന്റെ മുന്നിൽ വാങ്ങിച്ചു തരാൻ ഞങ്ങൾ കൂട്ടാക്കിയില്ലല്ലോ. അവസാനം നീ വാശി പിടിച്ചുകൊണ്ട്, ഒരുപാട് വാശി പിടിച്ചുകൊണ്ട് ഒരു പ്രശ്നവും ഉണ്ടാവില്ല, അതിലൂടെ ഒരു പ്രയാസവും വരുത്തി വെക്കില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഉറപ്പ് തന്നതുകൊണ്ടാണ് മോളെ നിനക്കൊരു സ്മാർട്ട് ഫോൺ തന്നത്. ഞങ്ങളാണോ മോളെ നിന്നെ ബെടക്കാക്കിയത്? ആളുകൾ മുഴുവനും പറയുകയാണ് ഞങ്ങളാണ്, ഈ പൊന്നുമ്മയാണ് മോളെ നിന്നെ ഇത്ര മോശമാക്കിയതെന്ന് നിന്റെ കുടുംബക്കാര് പറയുകയാണ്. നാട്ടുകാരുടെ ഇടയിൽ ഞങ്ങൾക്ക് ഇറങ്ങി നടക്കാൻ കഴിയുന്നില്ല. എവിടെയും ഞങ്ങൾക്ക് വല്ലാത്ത നാണക്കേടാണ് മോളെ. ഒരുപാട് നാളായി മോളെ നിന്റെ വീട്ടിൽ ഈ ഉമ്മ കലത്തിലേക്ക് ചോറ് വെച്ചിട്ട്, ഈ അടുപ്പിൽ തീ പുകഞ്ഞിട്ട് ഒരുപാട് നാളായി പൊന്നുമോളെ പട്ടിണി കിടന്നുകൊണ്ട് ഞങ്ങളും നിന്റെ ഉപ്പയും ഞാനും സങ്കടപ്പെട്ടുകൊണ്ട് കണ്ണുനീർ വാർത്തുകൊണ്ടിരിക്കുകയാണ്. നീ ഹണിമൂണിലാ
ആ പൂജാരിയുടെ കൂടെ ഹണിമൂൺ ആസ്വദിക്കുമ്പോ മോളെ നിനക്കിതൊന്നും ഒരു പ്രശ്നമല്ല. ഒരു ഉമ്മ സങ്കടത്തോടെ നെഞ്ചു പൊട്ടിയാണ് എഴുതുന്നതെന്ന് പറഞ്ഞുകൊണ്ട് പാവപ്പെട്ട ആ പൊന്നുമോളുടെ മാതാവിന്റെ സങ്കടം എത്ര വലുതാണ് ഉമ്മ. പൊന്നുമോളെ, നിന്റെ ബാപ്പായെ നിന്റെ ഉമ്മായെ കരയിപ്പിച്ചുകൊണ്ട് സങ്കടത്തിന്റെ കണ്ണുനീരിന്റെ കഴത്തിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് തോന്നിവാസത്തിന്റെ പിന്നാലെ ഓടുകയാണോ? അല്ലാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. UAE-യിൽ അത്യാവശ്യം നല്ല ബിസിനസ് ഉള്ള, നല്ല സാമ്രാജ്യമുള്ള, നല്ല തന്റെ ഇടമുള്ള ഒരു മനുഷ്യൻ, ആ പൊന്നുമോന്റെ പ്രിയപ്പെട്ട വൈഫ് അള്ളാഹുവിനെ ഭയപ്പെട്ടുന്ന, അള്ളാഹുവിനെ പേടിയുള്ള മുത്തഖിയായ ഒരു പെണ്ണായിരുന്നു. നാട്ടിലെല്ലാവർക്കും ഭയങ്കര മതിപ്പായിരുന്നു. ഈ സഹോദരൻ നല്ല മനോഹരമായൊരു കൊട്ടാരം ആ പൊന്നുമോൾക്ക് തന്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുക്കുകയാണ്. വീട്ടിൽ ഭാര്യയും 2 കുഞ്ഞിമക്കളും ഈ സഹോദരന്റെ ഉമ്മയും, അങ്ങനെ 4 പേരും മാത്രമാണ് ഉണ്ടായിരുന്നത്. ഒരു ദിവസം പ്രിയപ്പെട്ട ഭർത്താവ് വിളിച്ചുകൊണ്ട് ഭാര്യയോട് പറഞ്ഞു, പൊന്നുമോളെ, നാളെ നിനക്ക് ഞാനൊരു മൊബൈൽ ഫോൺ കൊടുത്തേക്കുകയാ. എല്ലാ ദിവസവും ഞാൻ നിന്നെ വിളിക്കുമ്പോ ഡൈനിങ് ഹാളിലേക്ക് വന്നുകൊണ്ട് ലാൻഡ് ലൈനിന്റെ അടുത്ത് വന്നുകൊണ്ട് ഫോൺ അറ്റൻഡ് ചെയ്യൽ പ്രയാസമല്ലേ, അതുകൊണ്ട് നിനക്ക് ഞാനൊരു മൊബൈൽ ഫോൺ അയച്ചു തരാൻ പോവുകയാണ്. ഭാര്യ പറഞ്ഞു, ഇക്കാ എനിക്ക് ഫോൺ വേണ്ട ഇക്കാ, ലാൻഡ് ഫോൺ മതി ഇക്കാ. പക്ഷേ ഈ സഹോദരൻ പറഞ്ഞു, വേണ്ട മോളെ, ഒരു പ്രശ്നവും ഉണ്ടാകില്ല മോളെ എന്ന് പറഞ്ഞുകൊണ്ടൊരു മൊബൈൽ ഫോൺ ഈ പെങ്ങൾക്ക് വാങ്ങിക്കൊടുക്കുകയാണ്. കുറെ ദിവസം നല്ല മനോഹരമായ രീതിയിൽ ഈ സഹോദരി തന്റെ പ്രിയപ്പെട്ട ഭർത്താവുമായി ഫോണിൽ സംസാരിക്കുകയാണ്. ഒരു ദിവസം ഭർത്താവ് വിളിച്ചപ്പോ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. ലാൻഡ് ഫോണിലേക്ക് വിളിച്ചു നോക്കിയപ്പോ പ്രിയപ്പെട്ട സഹോദരി പറഞ്ഞുപോയി, ഇക്ക, എന്റെ ഫോണിലേക്ക് എല്ലാ ദിവസവും ഒരു അൺനോൺ നമ്പർ കടന്നു വരികയാണ്. എനിക്കറിയാത്ത ഏതോ അൺനോൺ നമ്പർ എന്റെ ഫോണിലേക്ക് കടന്നു വരികയാണ്, അതുകൊണ്ട് ഞാൻ എന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയതാണ്. ഭർത്താവ് പറഞ്ഞു, മോളെ, അതിന്റെ പ്രശ്നമില്ല, എന്റെ നമ്പർ വരുമ്പോ, നിനക്കറിയാവുന്ന നമ്പർ വരുമ്പോ മാത്രം നീ അറ്റൻഡ് ചെയ്താ മതി, ബാക്കിയെല്ലാം നീ റിജക്ട് ചെയ്ത മോളെ എന്ന് പറഞ്ഞുകൊണ്ട് ആ പൊന്നുമോളെ സമാധാനിപ്പിക്കുകയാണ്. വീണ്ടും ആ സഹോദരനും സഹോദരിയും ബന്ധപ്പെടുകയാണ്. ഒരു ദിവസം തന്റെ ബിസിനസിന്റെ തിരക്കുകളെല്ലാം കഴിഞ്ഞപ്പോ UAE-യിൽ തന്റെ റൂമിൽ ആ പൊന്നുമോനിരിക്കുമ്പോ പെട്ടെന്നൊരു ഫോൺ കോള് കടന്നു വരികയാണ്. മറുതലക്കൽ ഉമ്മയാണ്. ഉമ്മ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പൊന്നുമോനോട് പറഞ്ഞു, മോനെ, ഒന്ന് പെട്ടെന്ന് വാടാ, ഒന്ന് നാട്ടിലോട്ട് കടന്നു വാ മോനെ എന്ന് പറഞ്ഞുകൊണ്ട് മാതാവ് പൊട്ടിക്കരയുകയാണ്. എന്താണ് സംഭവിച്ചതെന്നറിയാതെ പൊന്നുമോൻ ആ UAE-യിൽ നിന്ന് പൊന്നുമോൻ തന്റെ സഹോദരനെ വിളിക്കുകയാണ്. സഹോദരൻ കാര്യം പറയുകയാ, ഇക്കാ, നിങ്ങളെ ഭാര്യയുണ്ടല്ലോ, നിങ്ങളെ വൈഫുണ്ടല്ലോ, ഏതോ ഒരുത്തന്റെ കൂടെ ഒളിച്ചോടിപ്പോയിക്കാ. പെട്ടെന്ന് എമർജൻസി ടിക്കറ്റ് എടുത്തുകൊണ്ട് നാട്ടിലേക്ക് വന്നപ്പോ തന്റെ മാതാവുണ്ടല്ലോ തന്റെ കുഞ്ഞിമക്കളെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് തളർന്നു കിടക്കുകയാണ്. സങ്കടത്തോടെ ഈ മനുഷ്യനും ബോധം കെട്ട് വീണുപോയി. ഒരുപാട് സ്ഥലത്ത് അന്വേഷിച്ചു, ഒരു വർത്തമാനം പോലും കിട്ടുന്നില്ല. പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തില്ല, കാരണം അദ്ദേഹത്തിന്റെ നാണക്കേട് ഓർത്തുകൊണ്ട്. പ്രൈവറ്റ് ആയിട്ട് ഒരുപാട് അന്വേഷിച്ചു, ഒരു വർത്തമാനം പോലും കിട്ടുന്നില്ല. അവസാനം 8 മാസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് 8 മാസങ്ങൾ കഴിഞ്ഞപ്പോ പത്രത്തിൽ ഒരു ഡെഡ് ബോഡി കിട്ടിയിട്ടുണ്ടെന്ന പത്രപരസ്യം കണ്ടുകൊണ്ട് ബോംബെയിലേക്ക് ഈ പൊന്നുമോൻ വണ്ടി കയറുകയാണ്. ബോംബെയിലെത്തിയപ്പോ എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരി, ഞാൻ ചുരുക്കി പറയുകയാണ്, ബോംബെയിലെത്തിയപ്പോ ഒരു ഫ്ലാറ്റിൽ തൻ്റെ പ്രിയപ്പെട്ട പൊന്നുമോള് എന്നെ സുബഹിന്റെ മുമ്പ് തഹജ്ജുദിന് വിളിച്ചുണർത്തി എൻ്റെ ഭാര്യ, എന്നെ ഒരുപാട് സ്നേഹിച്ച എൻ്റെ പൊന്നുമക്കളെ ഉമ്മയാ, എൻ്റെ പ്രിയപ്പെട്ട ഭാര്യ, പ്രിയപ്പെട്ട ഭാര്യയുടെ മൃതദേഹമതാ
പ്രിയപ്പെട്ട സഹോദരന് കാണുകയാണ്. കഴുത്തിൻ്റെ അകത്തൊരു കാറും കണ്ടപ്പോ ഈ സഹോദരന് ബോധം കെട്ടുപോയല്ലോ. കുറെ സമയം കഴിഞ്ഞപ്പോ ബോധമങ്ങ് കടന്നു വന്നപ്പോ അവിടത്തെ പോലീസുകാരൊരു സൂയിസൈഡ് ലെറ്റർ എടുത്തുകൊണ്ട് ഈ സഹോദരന്റെ കയ്യിൽ കൊടുക്കുകയാണ്. മെല്ലെ ആ സൂയിസൈഡ് ലെറ്റർ, ആത്മഹത്യാക്കുറിപ്പ് വായിക്കാൻ തുടങ്ങുകയാണ്. സുബ്ഹാനല്ലാഹ്, ഇക്കാ മാപ്പ് ഇക്കാ എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരി തന്റെ ജീവിതത്തിന്റെ അനുഭവങ്ങൾ പങ്കുവെക്കുകയാണ്. സങ്കടത്തിന്റെ, സംഘട്ടനത്തിന്റെ, കഥനത്തിന്റെ ഭാണ്ഡം വഹിക്കുകയാ. ഞാൻ ചുരുക്കി പറയട്ടെ, ഈ പ്രിയപ്പെട്ട പൊന്നുമോള് പറയാൻ തുടങ്ങി, ഒരുപാട് തവണ ഞാൻ എൻ്റെ ഫോണിലേക്ക് വരുന്ന മിസ് കോളുകളെ ഞാൻ അവോയ്ഡ് ചെയ്തല്ലോ, ഒരുപാട് തവണ ഞാൻ ഉപേക്ഷിച്ചല്ലോ. ഒരു ദിവസം ഞാൻ ഗത്യന്തരമില്ലാതെ ഞാൻ ഫോണിലേക്ക് വന്ന മിസ് കോൾ ഞാൻ അറ്റൻഡ് ചെയ്തു. മറുതലക്കൽ ഒരു അന്യമതസ്ഥനാണ്, ഒരു ചെറുപ്പക്കാരനാണ്. ആ ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞു, ഞാനൊരു മിസ് കോൾ ഫ്രണ്ടാണ്. എന്നോട് വർത്തമാനം പറഞ്ഞാൽ ആകാശമൊന്നും ഇടിഞ്ഞു പോകൂല, ആകാശമൊന്നും ഇടിഞ്ഞു പോകൂല പെങ്ങളെ എന്ന് പറഞ്ഞുകൊണ്ട് എന്നോട് ബന്ധം സ്ഥാപിക്കാൻ തുടങ്ങി. ആദ്യഘട്ടത്തിലൊന്നും ഞാൻ വല്ലാതെ മൈൻഡ് ചെയ്തില്ല. പിന്നെ പതിയെ എനിക്ക് ആ പൊന്നുമോനോട്, ആ സഹോദരനോട് എനിക്ക് വല്ലാത്ത പ്രണയം തോന്നാൻ തുടങ്ങി. ഞങ്ങൾ തമ്മിൽ വല്ലാത്ത ബന്ധമായല്ലോ. ആ സഹോദരൻ എന്നെ വിളിക്കാതെ എനിക്ക് ഉറക്കു പോലുമില്ല. അങ്ങനെ ഞാൻ ചുരുക്കട്ടെ, ആ സഹോദരൻ വന്നുവെന്ന് മാത്രമല്ല, എന്നെ ഫോണിൽ വിളിച്ചുകൊണ്ട് പറയുകയാണ്, പെങ്ങളെ ഇന്നാലിന്ന സ്ഥലത്ത് ഞാനുണ്ടാകും, നീ എല്ലാ സാധനങ്ങളും വസ്തുക്കളും എടുത്തുകൊണ്ട് നീ കടന്നു വാ മോളെ, നമുക്ക് പാറിപ്പറക്കാം പൊന്നുമോളെ എന്ന് ആ സഹോദരന് വിളിച്ചപ്പോ എൻ്റെ 101 വരുന്ന സ്വർണ്ണാഭരണങ്ങളും ഞാൻ എടുത്തുകൊണ്ട് ബാഗിൽ വെച്ചുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട പൊന്നുമക്കളെ സ്കൂളിലേക്ക് പറഞ്ഞയച്ചുകൊണ്ട് എൻ്റെ മാതാവ് ബാത്റൂമിൽ പോയപ്പോ എൻ്റെ ബാഗുമായിട്ട്, സ്വർണവുമായിട്ട്, എൻ്റെ അത്യാവശ്യമുള്ള വസ്ത്രവുമായിട്ട് ആ കൂട്ടുകാരന് പറഞ്ഞ സ്ഥലത്തേക്ക് ഞാൻ ചെല്ലുകയാണ്. ഞങ്ങൾ ഒരുമിച്ച് ഒരുപാട് യാത്രകൾ നടത്തി, ഒരുപാട് എന്റർടൈനിങ് കേന്ദ്രങ്ങളിൽ പോയി, ഒരുപാട് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ താമസിച്ചു, ഒരുപാട് ഫ്ലാറ്റുകളിൽ ഞങ്ങൾ താമസിക്കാൻ തുടങ്ങി. ആ സമയത്ത് ഈ സഹോദരൻ, എൻ്റെ കാമുകൻ, എൻ്റെ സ്വർണ്ണാഭരണങ്ങൾ ഓരോന്നായി എടുത്തുപോയല്ലോ. എൻ്റെ പ്രൈവറ്റ് അക്കൗണ്ടിലേക്ക് എൻ്റെ ഭർത്താവ് നിക്ഷേപിച്ചു തന്ന 15 ലക്ഷത്തോളം വരുന്ന രൂപയും ഈ സഹോദരൻ പിൻവലിച്ചുവല്ലോ. എൻ്റെ സ്വർണ്ണാഭരണങ്ങൾ 101 പവനും കൊണ്ടുപോയി. സുബ്ഹാനല്ലാഹ്, എൻ്റെ 15 ലക്ഷം രൂപയും ആ സഹോദരനും കൊണ്ടുപോയി. എൻ്റെ പണവും എൻ്റെ സ്വർണവുമെല്ലാം തീർന്നപ്പോ കൂട്ടുകാരൻ്റെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ വരാൻ തുടങ്ങി. പഴയ പോലെ സ്നേഹമില്ല, പഴയ പോലെ എൻ്റെ ഫ്ലാറ്റിലേക്ക് വരുന്നില്ല. മാത്രമല്ല, ഒരു ദിവസം എൻ്റെ ഫ്ലാറ്റിലേക്ക് കടന്നു വരികയാണ്. നട്ടപ്പാതിര സമയത്ത് ഞാൻ എൻ്റെ റൂമിൻ്റെ കുറ്റി തുറന്നപ്പോ, കതക് തുറന്നപ്പോ ഒരുപാട് പേരെൻ്റെ റൂമിലേക്ക് ഇരച്ചു കയറി മദ്യപിച്ചുകൊണ്ട് ലക്കുകെട്ട് ഒരുപാട് പേര് പുലരും വരെ എന്നെ മോശമായി, എന്നെ മൃഗീയമായി ഉപയോഗിച്ചുവെന്ന് മാത്രമല്ല, സുബ്ഹാനല്ലാഹ്, എൻ്റെ കഴുത്തിൽ അവശേഷിച്ചിരുന്ന എൻ്റെ പരിശുദ്ധമായ മഹറിന്റെ മാല കൂടി വലിച്ചുകൊണ്ടവർ കടന്നു കളഞ്ഞു. അന്ന് ഞാൻ മനസ്സിലാക്കി, അല്ലാഹുവേ പടച്ചവനെ, ഞാൻ എന്തൊരു നിർഭാഗ്യവതിയാ. എൻ്റെ കഥിൻ്റെ, എൻ്റെ നഷ്ടപ്പെടലുകളുടെ, എൻ്റെ എല്ലാ പ്രശ്നങ്ങളുടെയും കാരണക്കാര് ഞാൻ തന്നെയാ. എൻ്റെ ഭർത്താവിൻ്റെ സ്നേഹം, എൻ്റെ മാതാവിൻ്റെ സ്നേഹം, എൻ്റെ പൊന്നുമക്കളുടെ പൂമുഖം എൻ്റെ ഹൃദയത്തിലേക്ക് വരാൻ തുടങ്ങി. എല്ലാം നഷ്ടപ്പെട്ടല്ലോ. പടച്ച റബ്ബേ, സുജൂദിൽ കിടന്നുകൊണ്ട് തഹജ്ജുദ് നമസ്കരിച്ചുകൊണ്ട് പൊട്ടിക്കരയുന്ന മോളാണ്. എല്ലാം നഷ്ടപ്പെട്ടെന്ന് മനസ്സിലാക്കിയപ്പോ, എല്ലാം എൻ്റെ കുഴപ്പമാണെന്ന് മനസ്സിലാക്കിയപ്പോ ആ പ്രിയപ്പെട്ട പൊന്നുമോള് പറയുകയാ, ഞാൻ അന്ന് ആത്മഹത്യ ചെയ്യാ തീരുമാനിക്കുകയാണ്. അങ്ങനെ ആ കത്ത് വായിച്ചുകൊണ്ട് ബോധം കെട്ടുപോയ സഹോദരൻ, എന്റെ പ്രിയപ്പെട്ടവരെ,
എല്ലാ ദിവസവും തഹജ്ജുദ് നമസ്കരിക്കുന്ന ഒരു സഹോദരിയായിരുന്നു. എന്തേ പറ്റിപ്പോയത്? ഒരു മിസ് കോൾ ആയിരുന്നു. തെറ്റിനെ നിസാരവൽക്കരിക്കുന്ന ഒരു പ്രവണത ഈ ഉമ്മത്തിന് വല്ലാതെ കാർന്നു തിന്നുകൊണ്ടിരിക്കുകയാണ്. അതൊരു മിസ് കോൾ അല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അവോയ്ഡ് ചെയ്യും. അതിന്റെ പരിണത ഫലം തന്റെ ജീവിതം നഷ്ടപ്പെട്ടു പോയ സങ്കടത്തിന്റെ ഒരു കഥയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, തെറ്റിനെ നിസാരവൽക്കരിക്കുന്ന പ്രവണത നമ്മൾ മാറ്റിവെക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായിട്ട് 20 വർഷങ്ങൾക്ക് ശേഷം മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, നബി തങ്ങൾ ഉള്ള സമയത്ത് നമ്മളൊക്കെ വൻ പാപങ്ങളാണെന്ന് കരുതിയിരുന്ന പലതും ഇന്ന് നിസാരമാണല്ലോ. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, അംർ ഇബ്നുൽ ആസ് തങ്ങളെ, നിങ്ങൾ ആളുകളോട് പറയണേ, ഇബ്ലീസ് എന്ന് പറയുന്നയാൾ, ഇബ്ലീസുല്ലൈനെ സ്വർഗത്തിൽ നിന്ന് പുറത്തായത് ഒരൊറ്റ സുജൂദ് ഉപേക്ഷിച്ചതിന്റെ പേരിലാണ്. ഒരൊറ്റ സുജൂദ് ഉപേക്ഷിച്ചതിന്റെ പേരിലാണ് ഇബ്ലീസ് ഇത്ര ശപിക്കപ്പെട്ടവനായി പോയത്, ഇത്ര മോശപ്പെട്ടവനായി പോയത്, ഈ സ്വർഗമെന്ന് പറയുന്ന അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് പുറത്തായി പോയത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ദിവസം നമസ്കാരം ഉപേക്ഷിക്കുമ്പോ എത്രയെത്ര സുജൂദുകളാ നഷ്ടമാകുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു സുജൂദിന് കൊടുത്ത വില സ്വർഗത്തിൽ നിന്ന് ഇബ്ലീസ് പുറത്തായി പോയെങ്കിൽ നിസാരമാക്കല്ലേ. സുജൂദുകളെ നമ്മൾ നിസാരമാക്കല്ലേ, നിസ്കാരത്തെ നമ്മൾ നിസാരമാക്കല്ല ചെറുപ്പക്കാരാ. തെറ്റുകളെ ഗൗരവമായിട്ട് കാണുന്ന ഒരു പ്രവണത നമ്മുടെ മനസ്സിലേക്ക്, നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണേ. അല്ലാഹുവേ, തൗഫീഖ് നൽകണേ അല്ലാ. അമേരിക്കയിൽ ഒരു കൊടുങ്കാറ്റടിക്കുമ്പോ അവിടെ 4-5 പേര് മരിക്കുന്നു. ഇന്തോനേഷ്യയിൽ അത് 2 ലക്ഷമാകുന്നു. കാരണം എന്തുകൊണ്ട്? നമ്മൾ അള്ളാഹുവിന്റെ ആളുകളാണ്. നമ്മൾ തെറ്റ് ചെയ്യുമ്പോൾ, നമ്മൾ തെറ്റുകളെയൊക്കെ നിസാരമാക്കി കാണുമ്പോൾ, നമ്മൾ ഇതൊക്കെ വലിച്ചെറിയുമ്പോൾ അള്ളാഹുവിന് അത് സഹിക്കുകയില്ല. കാരണം നമ്മൾ അള്ളാഹുവിനെ പ്രതിനിധാനം ചെയ്യുന്ന അള്ളാഹുവിന്റെ ഖലീഫമാരാണ്. ആ കാര്യം നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടാവും, എന്തേ മിനായിൽ അതുപോലെ ഹറം ഷരീഫിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരുപാട് പേര് മരിക്കുന്നു. അതുപോലെ തന്നെ ഇന്തോനേഷ്യയിൽ, മുസ്ലിം രാഷ്ട്രങ്ങളിലൊക്കെ ഇത്ര പേര് മരിക്കുന്നു, ബാക്കിയുള്ളിടത്തൊന്നും അത്ര പേര് മരിക്കുന്നില്ലല്ലോ. നമ്മൾ അള്ളാഹുവിന്റെ ആളുകളാണ്. നമ്മൾ തെറ്റ് ചെയ്യുമ്പോൾ അള്ളാഹുവിനത് സഹിക്കുകയില്ല. അള്ളാഹു പ്രകൃതി ദുരന്തങ്ങളെ തൊട്ടൊക്കെ നമുക്ക് കാത്തിരക്ഷിക്കുമാറാകട്ടെ. നമ്മൾ തെറ്റുകൾ വളരെ നിസാരമാക്കുകയാണ്. അള്ളാഹുവിന്റെ പരിശുദ്ധ റസൂല് പറഞ്ഞു പോയ ഒരു ഹദീസ് ഞാൻ പറയുകയാണ്. അവസാന കാലമാകുമ്പോ അള്ളാഹുവിന്റെ പരിശുദ്ധ റസൂല് പറയുകയാണ്, ആളുകളെ ഹൃദയത്തിലേക്ക് തെറ്റുകൾ വ്യാപകമാകും. എങ്ങനെ? ഫ്രെയിം ചെയ്യപ്പെട്ടതായ ഫിത്നകൾ ആളുകളെ ഹൃദയത്തിലേക്ക് കടന്നു വരുമെന്നതാണ്. ഫിത്നകൾ വ്യാപകമാവുകയാണ്. ഫിത്നകൾ സ്പ്രെഡ് ചെയ്യും. എങ്ങനെ? ഫ്രെയിം ചെയ്യപ്പെട്ടതായ ഫിത്ന. ആധുനിക മുഹദ്ദിസുകളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് മഹാനായ ഷെയ്ഖ് ഹംസ യൂസഫ്. മഹാനവറുകൾ ഈ ഒരു വിഷയത്തെ ഉദ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറയുന്നത് ടെലിവിഷൻ എന്നാണ് അദ്ദേഹം അർത്ഥം കൊടുക്കുന്നത്. ഇന്ന് ടെലിവിഷനുകളിലൂടെ എത്രയെത്ര മോശത്തരങ്ങളാണ് ഇന്ന് വിളമ്പപ്പെടുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസിന്റെ ഒരു ഒരു യോജിപ്പ് നോക്കിങ്ങൾ. തുറലുൽ ഫിത്നു അലാ ഖുലൂബിഹിം ഉദൻ ഉദ. ഫ്രെയിം ചെയ്യപ്പെട്ടതായ ഫിത്നകൾ, വാട്സ്ആപ്പ്, സോഷ്യൽ മീഡിയകളൊക്കെ എത്രയെത്ര പ്രശ്നങ്ങളാണ് അതിലൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. ഒരുപാട് പ്രയാസങ്ങൾ നമ്മുടെ നിത്യജീവിതത്തിൽ തന്നെ കടന്നു വരികയാണ്. നിസാരമാക്കുകയാണ് നമ്മൾ അതിലൂടെ തെറ്റുകളൊക്കെ. ഈ മോശപ്പെട്ട പിക്ചറുകളും മോശത്തരങ്ങളും വ്യാപിക്കുന്നത് അള്ളാഹ്ക്ക് തീരെ ഇഷ്ടമില്ല, അള്ളാഹ്ക്ക് വെറുപ്പാണ്. എത്രയെത്ര മോശപ്പെട്ട ചിത്രങ്ങളാണ് പൊന്നുമോനെ വാട്സപ്പിലൂടെ, സോഷ്യൽ മീഡിയകളിലൂടെ നീ കൈമാറി പോകുന്നത്. റെയിൽവേ ട്രാക്കിൽ മരിച്ചു കിടക്കുന്ന പൊന്നുമോളുടെ മൃതദേഹം അതിന്റെ അടുത്ത് പോയി സെൽഫി എടുത്തുകൊണ്ട് അപ്ലോഡ് ചെയ്യുന്ന പൊന്നുമോനെ, കാണാൻ അറുക്കുന്ന, കേൾക്കാൻ അറുക്കുന്ന വർത്തമാനങ്ങൾ നീ സ്പ്രെഡ് ചെയ്യല്ലടാ.
അതൊന്നും പ്രചരിപ്പിക്കുന്നത് പടച്ച റബ്ബിന് ഇഷ്ടമില്ല. ഈ ഉമ്മത്തിന്റെ ശൈലിയിൽ പെട്ടതല്ലടാ. നമ്മൾ അള്ളാഹുവിന്റെ ആളുകളാണെന്ന് മാത്രമല്ല, അള്ളാഹുവിനെ ഏറെ ഇഷ്ടപ്പെട്ട ആളുകളാണെന്ന് മാത്രമല്ല, നമ്മുടെ ജീവിതം കൊണ്ട്, നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ട്, നമ്മുടെ നടത്തം കൊണ്ട്, നമ്മുടെ ഇരുത്തം കൊണ്ട്, നമ്മുടെ വർത്തമാനങ്ങൾ കൊണ്ട്, നമ്മുടെ ജീവിതം കൊണ്ട് അള്ളാഹുവിനെ നമ്മൾ പ്രതിനിധാനം ചെയ്യാൻ ശ്രമിക്കണം. അള്ളാഹുവിന്റെ പരിശുദ്ധ ദീൻ നമ്മുടെ ജീവിതത്തിലൂടെ ആളുകൾക്ക് ദർശിക്കാൻ പറ്റണം. ആളുകളുടെ ഫോട്ടോകൾ സെൽഫി എടുത്തുകൊണ്ട് തിന്നുന്നതും ഇരിക്കുന്നതും, അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുന്നതും, നിന്റെ ജീവിതത്തിലെ എല്ലാ നിസാര കാര്യങ്ങളും, എല്ലാ ഗൗരവപ്പെട്ട കാര്യങ്ങളും, സകല വസ്തുക്കളും നീ ഫോട്ടോ എടുത്തുകൊണ്ട് ആളുകൾക്ക് ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് ഈ സമുദായം കൂപ്പുകുത്തുകയാണ്. ആദ്യം എന്നോടാണ് പറയുന്നത്, പിന്നെയാണ് നിങ്ങളോട് പറയുന്നത്. തിരുത്തണേ, അന്ന് നമ്മുടെ മുഅ്മിനീങ്ങൾക്ക് യോജിച്ചതല്ല. പൈതൃകം നമ്മൾ മറക്കാൻ പാടില്ല. ഈ ഉത്തമ സമുദായത്തിന് യോജിച്ചതല്ല, നമ്മുടെ ദീനിനത് യോജിച്ചതല്ല മോനെ. ആരോ ചെയ്തോട്ടെ. ഹിലിൽ കാഫിരീൻ അംഹിൽഹും റുവൈദാ. കാഫിരീങ്ങൾ മറ്റുള്ള ആളുകൾ ചെയ്തോട്ടെ, അള്ളാഹു അവരെ കുറച്ചു കാലത്തേക്ക് ഇട്ടയച്ചിരിക്കുകയാണ്, ഇവിടെ വിട്ടയച്ചിരിക്കുകയാണ്. അവർ ചെയ്യുന്നതൊന്നും നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യണ്ട. മാൻ ബൈ നേച്ചർ ഇമിറ്റേറ്റീവ് ആണ്. ആളുകൾ എന്ത് ചെയ്താലും അത് ഇമിറ്റേറ്റ് ചെയ്യും. അതുകൊണ്ട് മറ്റുള്ള ആളുകൾ ചെയ്യുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അത് നമ്മൾ അനുകരിക്കാൻ പോകണ്ട. നമ്മുടെ സമുദായം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട അള്ളാഹുവിന്റെ ആളുകളാണ്. അതുകൊണ്ട് നമ്മുടെ സംസ്കാരങ്ങൾ, നമ്മുടെ ചിന്തകൾ ഇതെല്ലാം ഉയർന്നതായിരിക്കണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഒരു വീടിന്റെ അടുത്തുകൂടെ നടന്നു പോകുമ്പോ ആ വീടിനകത്ത് നിന്ന് പാട്ട് കേൾക്കുകയാണ്. ആ സമയത്ത് ആയിഷ ബീവി പറഞ്ഞു, ആ പൊന്നുമോനെ, ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോടാ മോനെ, വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോടാ മോനെ എന്ന് പറഞ്ഞുകൊണ്ട് ആ ചെറുപ്പക്കാരനെ ആ വീട്ടിൽ നിന്ന് ആട്ടിയോടിച്ചു എന്നാണ്. ജീവിതം എന്ന് പറഞ്ഞത് കളിയും തമാശയും അനാവശ്യങ്ങളും എന്റർടൈൻമെന്റ്. ജീവിതം എന്ന് പറഞ്ഞത് അതിനു വേണ്ടി മാത്രം ചെലവഴിക്കുന്ന ആളുകളെ മുത്തു നബിയെ നിങ്ങൾ ഉപേക്ഷിച്ചേക്ക് നബിയെ. ഇന്ന് നമ്മുടെ അവസ്ഥ തന്നെയല്ലേ? കാര്യം ഫുള്ള് നമുക്ക് കളിയാണ്, കളി ഫുള്ള് കാര്യമാണ്. ഫിഫ വേൾഡ് കപ്പിന്റെ നിയമങ്ങളൊക്കെ പറഞ്ഞാൽ സുബ്ഹാനല്ലാഹ്, കുഞ്ഞു മക്കൾക്ക് പോലും അത് കൃത്യമായിട്ട് അറിയാം. ബ്രസീൽ ടീമിലുള്ള 11 പേരെയും അല്ലെ 20 പേരെയും, എത്ര പേരാന്ന് വെച്ചാൽ അത്ര പേരെയും, അവരുടെ വാപ്പന്റെ പേരെയും നമ്മുടെ പൊന്നുമക്കൾക്ക് അറിയാം. നബി തങ്ങൾ ഒരു സഹാബിയെ പറ്റി അറിയോ? ആലോചിച്ച് നോക്കിങ്ങള്. വയസ്സന്മാരായ ആളുകൾക്ക് വരെ അറിയാം. റമദാൻ മാസത്തിലൊക്കെ ഞാൻ ജോലി ചെയ്ത പള്ളിയുടെ പരിസരത്തു നിന്നൊക്കെ വയസ്സായ ആളുകൾ വർത്തമാനം പറയുന്നത് കേൾക്കാറുണ്ട്. ഇന്ന് ബ്രസീൽ ജയിക്കൂ, ഇന്ന് അർജന്റീന കൊണ്ടുപോകും. വയസ്സായ ആളുകളെ, അവർക്ക് നോമ്പിന്റെ വർത്താനൊന്നുമില്ല. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. നമ്മുടെ ഉമ്മത്ത് അങ്ങനെ മറ്റു പലതിലും നമ്മൾ ഇസ്സത്ത് കണ്ടെത്തുകയാണ്. പൊന്നുമോനെ, മറ്റു പലതിലാണ് നിന്റെ ഇസ്സത്ത് എന്ന് ചിന്തിച്ചു പോയാൽ അള്ളാഹു നിന്നെ മാനം കെടുത്തുമെടാ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇസ്സത്ത് എന്ന് പറഞ്ഞത് നമ്മുടെ നടത്തത്തിലും നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ചിന്തകളിലും നമ്മുടെ സമൂഹത്തിലും ഇസ്ലാം ഉണ്ടാകുമ്പോൾ മാത്രമാണ്. വിധങ്ങളെ ജീവിതം കളിയും അതുപോലെ എന്റർടൈൻമെന്റും ആസ്വാദനവും മാത്രമാക്കി മാറ്റുന്നവരെ നിങ്ങൾ ഉപേക്ഷിച്ചേക്ക് നബിയേ. ഇന്ന് അത് മാത്രമല്ലേ, റമദാനു ഷരീഫിൽ പോലും എന്റർടൈൻമെന്റുകൾ മാത്രമല്ലേ. എല്ലാ ദിവസവും മഗ്‌രിബിന്റെ ഇടയിൽ പട്ടുറുമാലുകളും അതുപോലെ തന്നെ റിയാലിറ്റി ഷോകളും മാപ്പിളപ്പാട്ടിന്റെ സംഗീതാസ്വാദനങ്ങളും നിന്റെ മനസ്സിലേക്ക് കടന്നു വരുമ്പോ പൊന്നുമോളെ, അള്ളാഹുവിന്റെ റസൂലിനോട് അള്ളാഹു പറഞ്ഞത് അവരെ വിട്ടേക്ക് എന്നാണ്. അതുകൊണ്ട് ഉമ്മമാരെ ചിന്തിച്ചു കൊള്ളുക, ജീവിതം റബ്ബിന് വേണ്ടി സമർപ്പിക്കുക.
അപ്പോൾ മാത്രമാണ് പ്രതാപവും പ്രൗഢിയും നമുക്കുണ്ടാകുന്നത്. അല്ലാഹു നമ്മെ സഹായിക്കട്ടെ, അല്ലാഹു നമ്മെ സഹായിക്കട്ടെ. മഹാനായ അബൂ ദർദാ റളിയല്ലാഹു അൻഹു പൊട്ടിക്കരയുന്ന ഒരു രംഗമുണ്ട് പ്രിയപ്പെട്ടവരെ. സൈപ്രസ് കീഴടക്കിയപ്പോ മഹാനായ അബൂ ദർദാ റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞപ്പോ ആളുകൾ ചോദിച്ചു, എന്തിനാണ് അവിടുന്ന് പൊട്ടിക്കരയുന്നത്, സങ്കടപ്പെടുന്നത്? ആ സമയത്ത് അവിടുന്ന് പറഞ്ഞത് എന്തെന്നറിയുമോ? സൈപ്രസുകാര് അള്ളാഹുവിനെ മറന്നുകൊണ്ട് തെറ്റ് ചെയ്തപ്പോ അവരുടെ അധികാരം അള്ളാഹു നമ്മെ ഏൽപ്പിച്ചു. ഇനി നമ്മൾ തെറ്റ് ചെയ്താൽ നമ്മുടെ ശത്രുക്കൾക്ക് നമ്മുടെ അധികാരം അല്ലാഹു കൊടുക്കുമല്ലോ. നമ്മൾ തെറ്റ് ചെയ്യുമ്പോ നമ്മുടെ അധികാരം മറ്റുള്ളവർ കൊണ്ടുപോകുമല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ലോകത്തിന്റെ സാഹചര്യങ്ങൾ ഒന്ന് എടുത്തു നോക്ക് പൊന്നുമോനെ. സൈപ്രസുകാരൻ തെറ്റ് ചെയ്തപ്പോ അവരുടെ അധികാരം അള്ളാഹു നമുക്ക് തന്നുവല്ലോ. നമ്മൾ പടച്ച റബ്ബിനെ മറന്നാൽ നമ്മുടെ അധികാരം മറ്റുള്ളവർ കൊണ്ടുപോകുമല്ലോ. അറബ് ലോകത്തിന്റെ ചിന്താധാരകൾ അമേരിക്കക്കാരന്റെ പിന്നാമ്പുറത്തുകൂടി നടന്നു പോകുമ്പോ സഹോദരങ്ങളെ തെറ്റുകൾ നമ്മൾ ചെയ്യുമ്പോ നമ്മുടെ അധികാരം അള്ളാഹു എടുത്തു കളയുന്നതാണ്. ഫലസ്തീനിന്റെ മണ്ണിൽ അള്ളാഹു ആ പൊന്നുമക്കൾക്ക് ഇസ്സത്ത് കൊടുക്കട്ടെ, അള്ളാഹു പൊന്നുമക്കൾക്ക് ഇസ്സത്ത് കൊടുക്കട്ടെ. ഫലസ്തീനിന്റെ മണ്ണിൽ അധികാരം മറ്റുള്ള പലരും കൊണ്ടുപോകുമ്പോ നമ്മൾ ആലോചിക്കേണ്ടത് മഹാനായ അബൂ ദർദാ തങ്ങളുടെ വർത്തമാനമാണ്. തെറ്റ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ത്യ രാജ്യത്തുള്ള പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കേരളക്കരയിലുള്ള പ്രിയപ്പെട്ട പൊന്നു സഹോദരങ്ങളെ, നമ്മൾ തെറ്റ് ചെയ്യുമ്പോ നമ്മുടെ ജീവിതം റബ്ബിൽ നിന്ന് അകലുമ്പോ നമ്മുടെ അധികാരം മറ്റു ഇസ്ലാമിന്റെ ദീനിന്റെ ശത്രുക്കൾ കൊണ്ടുപോകുകയാണ്. ആണ് പറഞ്ഞു പോകുന്നത്. തെറ്റിനെ നിസാരവൽക്കരിക്കുക, തെറ്റ് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാവുക, ഇത് അള്ളാഹ്ക്ക് വളരെ വെറുപ്പാണ്. നമ്മുടെ ഇസ്സത്ത് നഷ്ടപ്പെടും, നമ്മുടെ അധികാരം മറ്റു പലരും കൊണ്ടുപോകും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. മാത്രമല്ല, തെറ്റ് നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോ നമ്മുടെ മെമ്മറി പവർ കുറയുകയാണ്, നമ്മുടെ ഇൽമ് കുറയുകയാണ്. മഹാനായ ഇമാമുന ശാഫി റളിയല്ലാഹു അൻഹു വലിയ മനപ്പാടമുള്ള മഹാനായിരുന്നു, ലോകം കണ്ട മഹാപ്രതിഭാശാലിയായിരുന്നു. മഹാനായ ഷാഫി ഇമാം പുസ്തകം എടുത്തുകൊണ്ട് ഇങ്ങനെ നൂർത്തി വെച്ചിട്ട് ഒരു ഭാഗം അടച്ചു വെച്ചുകൊണ്ടായിരുന്നു വായിക്കാറുണ്ടായിരുന്നത്. ഒരൊറ്റ നോട്ടത്തിൽ തന്നെ ഹിഫ്ലാകുമായിരുന്നു. കാരണം രണ്ടും പാട കൺഫ്യൂഷൻ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇമാമുന ഷാഫി തങ്ങൾ ഒരു ഭാഗം ഇങ്ങനെ പൊത്തിപ്പിടിക്കും, എന്നിട്ട് ഇങ്ങനെ നോക്കും, ഒരൊറ്റ നോട്ടത്തിൽ തന്നെ ഹിഫ്ലാകും. ആ മഹാനായ ഷാഫി ഇമാമിന് ഹിഫ്ലിൽ അല്പം കുറവ് വന്നെന്ന് തോന്നിയപ്പോ തന്റെ വഖി എന്ന് പറയുന്ന ഉസ്താദിനെ സമീപിച്ചുവല്ലോ. ശക്കൗതു ഇലാ വഖീഇൻ സൂഅ ഹിഫ്ലി وأرشدني إلى ترك المعاصي فإن العلم نور الله حقا فإن النور لا يعطى لعصي. അല്ലാഹുവിന്റെ നൂറാണ് ഇൽമ് എന്ന് പറയുന്നത്. അത് തെറ്റ് ചെയ്യുന്നവർക്ക് അല്ലാഹു കൊടുക്കുകയില്ലല്ലോ. വഖി എന്ന് പറയുന്ന മഹാനായ ഉസ്താദ് പറയുകയാണ്, പൊന്നുമോനെ, നീ തെറ്റിൽ നിന്ന് രാജിവെക്കടാ. വഅർശദനി ഇലാ തർക്കിൽ മഅസി. ആരോടാണ് പറയുന്നത്? മഹാനായ ഷാഫി ഇമാം തങ്ങളോടാണ് പറയുന്നത്. ഹിഫ്ലിൽ അല്പം കുറവ് വന്നപ്പോ മഹാനായ ഷാഫി ഇമാം തങ്ങളോട് പറയുകയാണ്, പൊന്നുമോനെ, വഅർശദനി ഇലാ തർക്കിൽ മഅസി. നമ്മുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. എത്ര തെറ്റുകളാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ ഇൽമിൽ, നമ്മുടെ ഹിഫ്ലിൽ ബറക്കത്തുണ്ടാകുമോ? അള്ളാഹുവിന്റെ നൂറ് നമ്മുടെ ഹൃദയത്തിൽ നിലനിൽക്കുമോ? ഹൃദയത്തിൽ അള്ളാഹുവില്ലെങ്കിൽ, ദീനില്ലെങ്കിൽ, സൂക്ഷ്മതയില്ലെങ്കിൽ, ഹക്കും ബാത്തിലും നമ്മൾക്കില്ലെങ്കിൽ അള്ളാഹുവിന്റെ നൂർ അള്ളാഹു എടുത്തു കളയുന്നതാണ്. മഹാനായ ഷാഫി ഇമാം തങ്ങളോട് മഹാനായ മാലിക് ഇമാം പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങളെ മുഖത്ത് അല്ലാഹു ഇൽമിന്റെ നല്ലൊരു സുഗന്ധം പണിതിട്ടുണ്ട്, അത് തെറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ തകർത്ത് കളയരുത്. തെറ്റു വളരെ വലിയ കാര്യമാണ്. തെറ്റുകളെ നിസ്സാരമാക്കുന്ന കാലമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ സൂക്ഷിക്കണം. ഒരു ചെറുപ്പക്കാരൻ വന്നുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്നു, നബിയേ,
എനിക്ക് വ്യഭിചരിക്കണം നബിയേ, എനിക്ക് വ്യഭിചരിക്കണം നബിയേ. അള്ളാന്റെ റസൂലാ പൊന്നുമോനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, മോനെ നിനക്ക് ഉമ്മയില്ലടാ, നിനക്ക് പെങ്ങളില്ലടാ, നിനക്ക് സഹോദരി ഇല്ലടാ, നിനക്ക് ഭാര്യമാരില്ലടാ. ആ സമയത്ത് പൊന്നുമോന് പറഞ്ഞു, സഹോദരൻ അള്ളാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, അതേ നബിയേ, എനിക്ക് പെങ്ങളുണ്ട്, എനിക്ക് മാതാവുണ്ട്, എനിക്ക് ഭാര്യയുണ്ട് നബിയേ. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, മോനെ നീ വ്യഭിചരിക്കാൻ പോകുന്ന പെണ്ണുണ്ടല്ലോ, അത് പലരുടെയും പെങ്ങളാണല്ലോ, ആരൊക്കെയോ ഉമ്മയാണല്ലോ, ആരൊക്കെയോ ഭാര്യയാണല്ലോ. പൊന്നുമോനെ നീ വ്യഭിചരിക്കാൻ പറ്റുമോ? ആ സമയത്ത് ആ സഹോദരൻ അവിടെ നിന്ന് പറയുകയാണ്, അള്ളാന്റെ റസൂലിന്റെ ഹദറത്തിലേക്ക് ഞാൻ വരുമ്പോ എനിക്ക് ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്നത് ഇവിടെ നിന്ന് പുറത്തു പോകുമ്പോ എനിക്ക് ഏറെ വെറുപ്പാണ്, എനിക്ക് ഏറെ വെറുപ്പാണെന്ന് പറയുകയാണ്. അള്ളാന്റെ റസൂല് തെറ്റിനുള്ള സാഹചര്യം ക്ലോസ് ചെയ്യുകയാണ്. അതുകൊണ്ട് തെറ്റിന്റെ സാഹചര്യത്തിലേക്ക് നമ്മൾ ചിന്തിക്കാൻ പാടില്ല. റസൂലുള്ളാഹി തങ്ങൾ തെറ്റു വരാനുണ്ടാവുന്ന ആ സാഹചര്യങ്ങളെ അടച്ചു കളയുകയാണ്. ഈ സഹാബിയൊക്കെ വന്നിട്ട് നബി തങ്ങൾ അടുത്ത് വന്നുകൊണ്ട് ഇങ്ങനെ ഓപ്പണായിട്ട് പറയാൻ കാരണം അത് നബി തങ്ങളുടെ വലിയ ഹുസ്നുൽ ഖുൽഖായിരുന്നു, സൽസ്വഭാവമായിരുന്നു. നബി തങ്ങൾക്ക് ദേഷ്യം ഉണ്ടായിരുന്നില്ല, നബി തങ്ങളുടെ സഹന മനോഭാവം ഇതൊക്കെ ആളുകൾക്ക് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് ഈ ഇത്ര ഓപ്പണായിട്ട് നബി തങ്ങൾ അടുത്ത് വന്നിട്ടൊക്കെ വ്യഭിചരിക്കണം നബി എന്നൊക്കെ പറഞ്ഞത്. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് തെറ്റുകളെ നമ്മൾ നിസാരവൽക്കരിക്കരുത്. എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിലേക്ക് നമ്മൾ അടുക്കാൻ മുന്നോട്ട് വരണം. എങ്ങനെയാണ് പടച്ചറബിലേക്ക് അടുക്കേണ്ടത്? അള്ളാഹു ഏറെ കാരുണ്യവാനാണല്ലോ, അള്ളാഹു ഏറെ കരുണ ചെയ്യുന്നവനാണല്ലോ. ഒരുപാട് തെറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിനോട് തൗബ ചെയ്യുക, അള്ളാഹുവിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുക. അള്ളാഹുവിന് ഏറെ ഇഷ്ടമാണെന്ന് മാത്രമല്ല, അള്ളാഹു നമ്മുടെ പാപങ്ങളെല്ലാം പുറത്തിട്ട് നമ്മിലേക്ക് അടുത്തു വരുമെന്ന് മുഹമ്മദ് മുസ്തഫ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുദ്സിയായ ഹദീസിലൂടെ പറയുകയാണ്, യബ്ന ആദം, പൊന്നുമോനെ ആദം സന്തതിയെ, കുരങ്ങിന്റെ മോനെ എന്നല്ല, അബ്സല്യൂട്ട് 100% മാൻ. ഡാർവിൻ സിദ്ധാന്തം പറയുന്നത് മനുഷ്യന്മാരൊക്കെ എന്താ പറയാ കടന്നു വന്നിട്ടുള്ളത് കുരങ്ങിൽ നിന്നാണെന്നാണ്. നമുക്കങ്ങനെ ഒരു വർത്താനവും ഇല്ല, അത് സയന്റിഫിക്കലി ഡിസ്പ്രൂവ്ഡ് ആണ്. മെജോറിറ്റി സയന്റിസ്റ്റുമാരും പറയുന്നത് അത് തെറ്റാണ്. നമുക്കങ്ങനെ ഒരു വിശ്വാസവും ഇല്ല, അങ്ങനത്തെ ഒരു വർത്താനം നമ്മൾ പറയുന്നില്ല. നമ്മൾ കുരങ്ങിന്റെ മക്കളല്ല, ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മക്കളാണ്. യബ്ന ആദം, ആദമിന്റെ സന്തതിയെ, പൊന്നുമോനെ, ഖലഖതുക ലിൽ ഇബാദ, നിന്നെ ഇബാദത്ത് ചെയ്യാനാണ് പറഞ്ഞേച്ചത്. അല്ലാഹു പറയുകയാണ്, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂ, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ, ജിന്ന് വർഗത്തെയും മനുഷ്യ വർഗത്തെയും അല്ലാഹു പടച്ചിട്ടില്ല, ഇല്ലാ ലിയഅ്ബുദൂൻ, അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാനല്ലാതെ. അത് തന്നെ ഖുദ്സിയായ ഹദീസിലൂടെ പറയുകയാണ്, ഖലഖതുക ലിൽ ഇബാദ, അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാനാണ് നമ്മൾ ലോകത്തേക്ക് വന്നത്. ഈ ഉമ്മത്ത് ഭൂമിയിലേക്ക് വന്നത് റബ്ബിനെ ഇബാദത്ത് ചെയ്യാനാണ്. ഇബാദത്ത് എന്ന് പറഞ്ഞാൽ നിസ്കാരവും നോമ്പും മാത്രമാണോ? അല്ലല്ലോ. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളും, എല്ലാ ഘട്ടങ്ങളും, എല്ലാ നിമിഷങ്ങളും അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാം. എല്ലാം അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാം. എല്ലാ പ്രവർത്തനങ്ങളും നമുക്ക് ഇബാദത്താക്കി മാറ്റാൻ പറ്റും. നോമ്പ് തുറന്നിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കാണ്. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിൽ കരുതും, അല്ലാഹുവേ, ഈ ഫുഡ് എനിക്ക് കഴിച്ചാലാണ് എനിക്ക് ഇന്ന് മനോഹരമായിട്ട് നിസ്കരിക്കാൻ പറ്റുക, എനിക്ക് എനർജി കിട്ടുക, ഈ ഭക്ഷണം കഴിച്ചാലാണ്. നിനക്ക് വേണ്ടി, നിനക്ക് ഇബാദത്ത് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഭക്ഷണം കഴിക്കുന്നത്. നിന്റെ ഭക്ഷണം നിനക്ക് ഇബാദത്തായി. രാത്രി കിടന്നുറങ്ങാൻ സമയത്ത് റബ്ബിനോട് പറയാണ്, പടച്ചോനെ, നാളെ സുബൈന്റെ മുമ്പ് എഴുന്നേറ്റിട്ട് തഹജ്ജുദ് നിസ്കരിക്കണമെങ്കിൽ എനിക്ക് അല്പം ഉറങ്ങണല്ലോ പടച്ചോനെ. നിന്റെ ഉറക്കം നിനക്ക് ഇബാദത്താണ് പൊന്നുമോനെ. അങ്ങനെ ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളും നിനക്ക് ഇബാദത്താക്കാം. അല്ലാഹു എത്ര കാരുണ്യവാനാണ് പൊന്നുമോനെ.
അള്ളാഹുവിന്റെ കരുണ ജീവിതത്തിലെ ഓരോ ഘട്ടവും അള്ളാഹ് നിനക്ക് ഇബാദത്താക്കാനുള്ള മാർഗങ്ങളും പറഞ്ഞു തരികയാണ് മോനെ. അല്ലാഹു പറയാണ് വഖസംതു ലക റിസ്ഖക ഫലാ തത്അബ്. പൊന്നുമോനെ നിനക്കുള്ള ഭക്ഷണം ഞാൻ തയ്യാർ ചെയ്തു, ഞാൻ കണക്കാക്കി പൊന്നുമോനെ. ഫലാ തത്അബ്, നീ വ്യസനിക്കേണ്ട ആവശ്യമില്ല, ടെൻഷൻ അടിക്കണ്ട. ലാ തസ്അൽനി റിസ്ഖ ഗദിൻ, നാളത്തെ ഭക്ഷണം നീ എന്നോട് ചോദിക്കണ്ട. കാരണം ഫഇന്നി ലം അത്ലുബ് ബിഇബാദത്തി ഗദിൻ, നാളത്തെ ഇബാദത്ത് പൊന്നുമോനെ നിന്നോട് ഞാൻ ചോദിച്ചില്ലല്ലോ. യബ്ന ആദം ഫഇൻ അൻത റളീത ബിമാ ഖസംതു ലക അറഹ്തു ഖൽബക വബദനക. ആദം പൊന്നുമോനെ, ആദം സന്തതിയെ, ഞാൻ നിനക്ക് തന്നതിൽ നീ തൃപ്തനാണെങ്കിൽ നിന്റെ നഫ്സിനും നിന്റെ ശരീരത്തിനും ഞാൻ സുഖം തരുമെന്ന് അല്ലാഹു പറയുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അല്ലാഹു പറയുന്ന വർത്തമാനം നിന്റെ മനസ്സിലേക്ക് കടന്നു വരട്ടെ. പൊന്നുമോനെ, നിനക്ക് തന്നതിൽ നീ തൃപ്തനായാൽ അറഹ്തു നഫ്സക വബദനക അറഹ്തു ഖൽബക വബദനക, നിന്റെ കൽബിനും നിന്റെ ശരീരത്തിനും നിന്റെ മനസ്സിനും ഞാൻ ശാന്തി തരുമെന്ന് അല്ലാഹു പറയുകയാണ്. മാത്രമല്ല, നീ എൻ്റെ അടുക്കൽ സ്തുതിക്കപ്പെട്ടവനുമാവുകയാണ്. ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളുമായി സംഘട്ടനത്തിന്റെ അലമാലകളുമായി കടന്നു വരുന്നവരെ അല്ലാഹു നമുക്ക് കണക്കാക്കിയതിൽ നമ്മൾ തൃപ്തരായാൽ നമ്മുടെ കൽബിനും നമ്മുടെ ശരീരത്തിനും അല്ലാഹു സമാധാനം തരും. അറഹ്തു ഖൽബക വബദനക, ശരീരത്തിനും നഫ്സിനും. അവിടെ ഒരു കാര്യമുണ്ട്. നമ്മുടെ ശരീരത്തിന് സുഖം ഉണ്ടെങ്കിലേ നമ്മുടെ മനസ്സിന് സുഖം ഉണ്ടെങ്കിലേ നമ്മുടെ ശരീരത്തിന് സുഖം ഉണ്ടാവും, അല്ലേ? ടെൻഷനുമായിട്ട് ഒരുപാട് അസുഖങ്ങളുടെ കാരണം പറയുന്നത് ടെൻഷനാണ്. ടെൻഷൻ കൂടിയത് കൊണ്ടാണ് പല ജാതി അസുഖങ്ങളും. നമ്മുടെ ഇന്റേണൽ ഓർഗൻസിലൊക്കെ പല ജാതി ആസിഡ്സുകളും പ്രൊഡ്യൂസ് ചെയ്യുക, അങ്ങനെ പല പ്രശ്നങ്ങളും നമുക്ക് ടെൻഷൻ ഇങ്ങനെ കൂടുമ്പോൾ ഉണ്ടാകും. അപ്പൊ അല്ലാഹു തആല പറഞ്ഞ ഒരു എന്താ പറയാ ഒരു കാര്യം നോക്കിങ്ങളെ, അറഹ്തു ഖൽബക വബദനക, ആദ്യം നിന്റെ കൽബിന് സുഖം കിട്ടിയാൽ ഓട്ടോമാറ്റിക്കലി നിന്റെ ശരീരത്തിനും അല്ലാഹു സമാധാനം തരികയാണ്. അല്ലാഹു തരുന്നതിൽ പൊന്നുമോനെ നിനക്ക് തൃപ്തിയുണ്ടോ? നിന്റെ അയൽവാസിയുടെ വീട് കാണുമ്പോ, അവന്റെ വാഹനം കാണുമ്പോ, അവന്റെ രസത്തിലൂടെയുള്ള ജീവിതം കാണുമ്പോ മോനെ നീ സങ്കടപ്പെടണ്ടടാ. അല്ലാഹു നിനക്ക് കണക്കാക്കിയതിൽ നീ ആശ്വസിച്ചാൽ, അല്ലാഹു നിനക്ക് തന്നതിൽ നീ തൃപ്തനായാൽ, അതാണ് മോനെ നിനക്ക് ഭാഗ്യം. മോനെ, നിന്റെ ശരീരത്തിന് നിന്റെ മനസ്സിന് നിന്റെ ജീവിതത്തിൽ സമാധാനവും ശാന്തിയും അത് തന്നെയാണ്. അല്ലാതെ അയൽവാസിയുടേത് നോക്കണ്ട മോനെ, ആളുകളുടേത് നോക്കിയിട്ട് നീ വെറുതെ കണ്ണീരൊലിപ്പിക്കണ്ടടാ മോനെ. അത് നിന്റെ മനസ്സിലേക്ക് അസൂയ കടന്നു വരും, നിന്റെ ജീവിതത്തിന് പിന്നെ ശാന്തിയും സമാധാനവും ഉണ്ടാവുകയില്ലടാ. പടച്ച തമ്പുരാൻ തന്നതിൽ നീ തൃപ്തനാകടാ പൊന്നുമോനെ. അല്ലാഹു ഖുദ്സിയായ ഹദീസിലൂടെ പറയുകയാണ്. മാത്രമല്ല അല്ലാഹു പറയാണ്, ഞാൻ തന്നതിൽ നീ തൃപ്തനല്ലെങ്കിൽ എത്രയെത്ര കോടീശ്വരന്മാരാണ്, എത്രയെത്ര പണക്കാരാണ് ജീവിതം കൊണ്ട് വഴിമുട്ടി പോകുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ. സ്വന്തം വീട്ടിലേക്ക്, സ്വന്തം നാട്ടിലേക്ക്, സ്വന്തം ഭാര്യയുടെ അടുത്തേക്ക്, സ്വന്തം മക്കളുടെ അടുത്തേക്ക് പോലും ഒന്ന് കടന്നു ചെല്ലാൻ പറ്റാതെ അല്ലാഹു തആല ജീവിതം എടുക്കുകയാണ്. അല്ലാഹു അവരുടെ മേൽ ജീവിതം എടുക്കുമെന്ന് ഖുദ്സിയായ ഹദീസിലൂടെ മുത്തുനബി തങ്ങൾ പറഞ്ഞു തരികയാണ്. എന്തുമാത്രം സംഭവമാണ്, എത്ര രസമുള്ള വർത്തമാനമാണ്. അല്ലാഹു തന്നതിൽ തൃപ്തിയില്ലെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ ദുനിയാവ് ഇടുക്കത്തരമാവുകയാണ്. ദുനിയാവിനെ അവന്റെ മേൽ അല്ലാഹു അധികാരപ്പെടുത്തിയാൽ പിന്നെ ജീവിക്കാൻ സുഖമുണ്ടാകുമോ? എത്രയെത്ര പണക്കാരനാണ്, കോടീശ്വരന്മാരാണ്, വലിയ വലിയ ഫ്ലാറ്റുകളുണ്ട്, ബിസിനസ്സുകളുണ്ട്, വലിയ വലിയ പണത്തിന്റെ സ്രോതസ്സുകൾ അവർക്കുണ്ട്. പക്ഷേ സ്വന്തം വീട്ടിലേക്കൊന്ന് വരാൻ കഴിയുന്നില്ല, സ്വന്തം പൊന്നുമക്കളെ കാണാൻ കഴിയുന്നില്ല, ഭാര്യയോടൊന്ന് സല്ലപിക്കാൻ പറ്റുന്നില്ല. അല്ലാഹു
അല്ലാഹു തആല അവന് ഓട്ടം കൊടുക്കുകയാണ്, ബിസി കൊടുക്കുകയാണ്. സമ്പത്തിന്റെ പിന്നാലെ ഓടി ഓടി അവൻ തളർന്നു പോവുകയാണ്. അവസാനം പൊന്നുമോനെ അവന് ബാക്കിയാകുന്നത് ഒരു 3 തുണ്ടം കഷ്ണം തുണി മാത്രമാണ്. അത് മാത്രമായിട്ട് ലോകത്തോട് വിട പറഞ്ഞു പോകുന്ന എത്രയെത്ര വർത്തമാനങ്ങളാണ് നമ്മുടെ മുന്നിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സമ്പത്ത് ഒരുപാടുണ്ട്, ഒരുപാട് പ്രൗഢിയുണ്ട്, വലിയ വലിയ ആഡംബര ലക്ഷറി വാഹനങ്ങളുണ്ട്. അതിലിങ്ങനെ ബിസിനസ് മേക്കപ്പ് ചെയ്യാൻ, ബിസിനസ് കെട്ടിപ്പൊക്കാൻ അതിന്റെ പിന്നാലെ ഓടി ഓടിയിട്ട് സ്വന്തം വീട്ടുകാരറിയില്ല, നാട്ടുകാരറിയില്ല, ആരെയും ഗൗനിക്കാൻ സമയമില്ല. അവന് ഫ്ലാറ്റ് പൊക്കുന്ന പണിയാണ്, ഇവന് ഇപ്പുറത്ത് ബിസിനസ് സെറ്റപ്പ് ആക്കുന്ന പണിയാണ്. അങ്ങനെ ദുനിയാവ് അവന്റെ മേൽ ഇടുങ്ങുകയാണ്. അതിന്റെ ഇടയിൽ അവൻ ജീവിതം മറന്നു പോവുകയാണ്. ഈ ലോകത്ത് ആസ്വാദനത്തോടെ സുഗന്ധത്തോടെ ജീവിച്ചു പോകാ ആ സഹോദരന് മറന്നു പോവുകയാണ്. അങ്ങനെ പ്രായമായിട്ട് ഒരുപാട് അസുഖങ്ങൾ അല്ലാഹു കൊടുക്കുകയാണല്ലോ. ആ അസുഖത്തിൽ പെട്ടുകൊണ്ട് ഒരു നല്ല ഭക്ഷണം പോലും കഴിക്കാനുള്ള ഒരു സാവകാശം പോലും ആ സഹോദരന് കിട്ടുന്നില്ല. അങ്ങനെ ദുനിയാവ് അവന്റെ മേൽ ഇങ്ങനെ ഇടുങ്ങുകയാണ്. ആലോചിച്ച് നോക്കി, വലിയ പണക്കാരൻ, വലിയ ബിസിനസ് ഉണ്ട്, മാസാമാസം ലക്ഷങ്ങളെ വരുമാനമുണ്ട്. അയാൾക്ക് കിഡ്നിക്ക് ഡയാലിസിസ് ചെയ്യണം, അയാൾക്ക് നല്ല ഭക്ഷണം കഴിക്കാൻ പറ്റുമോ? അതല്ലെങ്കിൽ ഹാർട്ട് പേഷ്യന്റ് ആണ്, അയാൾക്ക് നല്ലൊരു എന്താ പറയാ ഒരു ചിക്കൻ ബിരിയാണി കഴിക്കാൻ പറ്റുമോ? അയാൾക്ക് നല്ലൊരു ചിക്കൻ ബിരിയാണി കഴിക്കാൻ പറ്റുമോ? അതുപോലെ എന്തെങ്കിലും ഭീമാകാരമായ അസുഖം അല്ലാഹു കൊടുത്താൽ പിന്നെ ഈ സമ്പത്ത് കൊണ്ടൊന്നും ഒരു രസവും ഉണ്ടാവില്ല. അതാണ് പറഞ്ഞത്, പൊന്നുമോനെ ഒരു ചെറ്റക്കുടിലാണ് നീ ജീവിക്കുന്നത്, പീഡികത്തിണ്ണയിലാണ് കിടന്നുറങ്ങുന്നത് മോനെ. അല്ലാഹു നിനക്ക് തന്നതാണ്, അതുകൊണ്ട് തൃപ്തനായിക്കോ. അല്ലാഹു നിന്റെ മനസ്സിന് സമാധാനം തരുന്നതാണ്. വലിയ ഫ്ലാറ്റ് ഉണ്ട്, അതിലെനിക്ക് തൃപ്തിയില്ല, എനിക്ക് അടുത്തത് കെട്ടാനുള്ള വ്യഗ്രതയാണെങ്കിലോ നിന്റെ കൽബിനകത്ത് ടെൻഷനാണ്, ദുനിയാവ് നിന്റെ മേൽ ഇങ്ങനെ കറങ്ങുകയാണ്. അതുകൊണ്ട് പൊന്നുമോനെ അല്ലാഹു തരുന്നതിൽ നമുക്ക് തൃപ്തി വേണം. ലോകത്തുള്ള പ്രശ്നങ്ങൾ മുഴുവനും ഇതാണ്, തൃപ്തിയില്ലായ്മ. പടച്ചോൻ കണക്കാക്കിയതിൽ ഒരു തൃപ്തി നമ്മൾ കാണിക്കുന്നില്ല. നമ്മളിപ്പോ അയൽവാസിയുടെ കാണുമ്പോൾ അതിലേക്ക് ഓടുകയാണ്. ഇപ്പൊ പുറം രാജ്യങ്ങളിലൊക്കെ കറണ്ട് പോയാൽ, ഇപ്പൊ ജപ്പാനിലോ മറ്റോ കറണ്ട് പോയാൽ അവര് അവിടുത്തെ ഓഫീസിലോട്ട് വിളിച്ചു പറയും. നമ്മുടെ നാട്ടിലെ പെണ്ണുങ്ങളാണെങ്കിലോ അവര് നേരെ കറണ്ട് പോയാൽ അയൽവാസിയുടെ വീട്ടിലോട്ട് നോക്കും. അവിടെ കറണ്ട് ഉണ്ടെങ്കിൽ പ്രശ്നമാണ്, അവിടെ കറണ്ട് ഇല്ലെങ്കിൽ ഒരു കുഴപ്പവുമില്ല. ഖിയാമത്ത് നാൾ വരെ കറണ്ട് വന്നില്ലെങ്കിലും നമ്മുടെ നാട്ടിലെ പെണ്ണുങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. അതാണ് നമ്മൾ മറ്റുള്ള ആളുകളെ ആശ്രയിച്ചുകൊണ്ട് അവർക്ക് എന്താണോ ഉള്ളത് അതിനനുസരിച്ച് സെറ്റപ്പാക്കുക എന്നൊരു മെന്റാലിറ്റിയാണ് നമ്മുടെ സഹോദരിമാർക്ക്, സഹോദരന്മാർക്ക്, നമുക്കൊക്കെ ഉള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഖലഖതുസ് സമാവാതി വൽ അർള്, ആകാശവും ഭൂമിയും ഈ അണ്ടകടാഹങ്ങളെല്ലാം ഞാനാണ് പടച്ചത് മോനെ. എന്നെ വഴിപ്പെടുന്ന പൊന്നുമോനെ, നിന്റെ വായിലേക്ക് നിനക്ക് അന്നം കൊണ്ടുവരാൻ എനിക്ക് പ്രയാസമില്ല. പിന്നെ എന്തിനാണ് നമ്മൾ അയൽവാസിയിലേത് നോക്കുന്നത്, മറ്റുള്ളവൻ്റെത് നോക്കുന്നത്? അല്ലാഹു നമുക്ക് തരുന്നതിൽ തൃപ്തനായിക്കൂടെ? ഖലഖതുസ് സമാവാതി വൽ അർള്, ഈ അണ്ടകടാഹങ്ങളും ആകാശങ്ങളും ഭൂമികളും എല്ലാം പടച്ചത് അല്ലാഹു ആണെന്ന് പടച്ച തമ്പുരാൻ പറയുകയാണ്. എന്നിട്ട് അല്ലാഹുവിനൊരു ക്ഷീണവും വന്നില്ല, അല്ലാഹുവിനൊരു പ്രയാസം വന്നില്ലല്ലോ. അല്ലാഹുവിനെ ആദരിക്കാതെ നിന്ദിച്ച് നടക്കുന്ന കാഫിരീങ്ങൾക്ക് ഒരുപാട് നിഅമത്ത് ചെയ്തു കൊടുക്കുന്ന അല്ലാഹു, അല്ലാഹുവിനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് വഴിപ്പെടുന്ന നമ്മുടെ വായ്ക്കകത്തേക്ക് അന്നം തരാൻ റബ്ബിന് പ്രയാസമുണ്ടോ? അല്ലാഹു പറയുകയാണ്, നിന്നെ ഞാൻ മറന്നു പോകുമോ പൊന്നുമോനെ? എന്നെ വഴിപ്പെടുന്നത് കൊണ്ട് നിനക്കൊരു നഷ്ടമില്ലല്ലോ. നിന്റെ വായ്ക്കകത്തേക്ക് നിനക്ക് വേണ്ടത് കൊണ്ടുതരാൻ എനിക്ക് കഴിയുമല്ലോ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ അല്ലാഹുവിലേക്ക് മടങ്ങണം. നമ്മുടെ പൈതൃകം നമ്മൾ മറന്നു പോകരുത്. നമ്മുടെ ഇസ്സത്ത് നമ്മൾ മറ്റു പലതിലുമാണെന്ന് കണ്ടുകൊണ്ട് നമ്മുടെ നാണക്കേട് മുഴുവൻ വരുത്തി വെക്കരുത്. ഇസ്സത്ത് നമ്മൾക്ക് സംരക്ഷിക്കണമെങ്കിൽ നമ്മുടെ ജീവിതം കൊണ്ട് നമ്മൾ അല്ലാഹുവിന്റെ ദീനെ നമ്മൾ പണിയണം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹുവിലേക്ക് നമ്മൾ അടുക്കാൻ മുന്നോട്ട് വരണം. അല്ലാഹുവിലേക്ക് തൗബ ചെയ്യണം. അല്ലാഹു വളരെ കാരുണ്യവാനാണ്, കരുണവാനാണ്.
മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ വല്ലാത്ത ക്ലേശമാണ്, സങ്കടമാണ്, നൊമ്പരമാണ്. മഴയില്ലാത്തപ്പോ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ അനുയായികളെയും കൂട്ടിയിട്ട് മരുഭൂമിയിലേക്ക് പോവുകയാണ്. ഇസ്തിസ്ഖാ നമസ്കാരത്തിനാ കടന്നു ചെല്ലുക. അള്ളാഹുവിന്റെ മുമ്പിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് മഴ തേടിയിട്ട് ദുആ ചെയ്യാനാ കടന്നു പോകുന്നത്. അള്ളാഹുവേ മഴ തരണേ അല്ലാ. ആ സമയത്ത് പടച്ച തമ്പുരാൻ പറയുകയാണ്, വകൈഫ്, എങ്ങനെ ഞാൻ നിങ്ങൾക്ക് മഴ തരും? വഫീകും റജുലുൻ യുബാരിസുനി ഫീ മഅസിയത്തിൻ മുൻദു 40 സന. 40 കൊല്ലമായി തെറ്റ് മാത്രം ചെയ്യുന്ന, കള്ളു കുടിച്ചുകൊണ്ട് വ്യഭിചരിച്ചുകൊണ്ട് കൂത്താടി നടക്കുന്ന ഒരു തെമ്മാടി നിങ്ങളെ കൂട്ടത്തിലുണ്ടല്ലോ. എങ്ങനെയാ ഞാൻ നിങ്ങൾക്ക് മഴ തരിക? തെറ്റ് ചെയ്യുന്ന ആള് നിങ്ങളെ കൂട്ടത്തിലുള്ളപ്പോ നിങ്ങൾക്ക് മഴയില്ല മൂസാ നബിയേ. ആ സമയത്ത് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആളുകളോട് പറയുകയാണ്, നിങ്ങൾക്കിടയിൽ തെറ്റ് ചെയ്യുന്ന 40 കൊല്ലമായി തമാശ പറഞ്ഞുകൊണ്ട് പൊട്ടിച്ചിരിച്ചുകൊണ്ട് കള്ളു കുടിച്ചുകൊണ്ട് വ്യഭിചരിച്ചുകൊണ്ട് തമ്മാടിത്തരം ചെയ്ത് നടക്കുന്നയാള് പെട്ടെന്ന് തന്നെ ഈ സംഘത്തിൽ നിന്ന് പുറത്തു പോകണോ? അല്ലാതെ പടച്ച തമ്പുരാന്റെ മഴയില്ല. ആ സമയത്ത് ആ സഹോദരൻ വലതുഭാഗത്തേക്കും ഇടതുഭാഗത്തേക്കും നോക്കുകയാണ്. ആ സഹോദരൻ തെറ്റ് ചെയ്ത സഹോദരൻ തന്നെ വലതുഭാഗത്തേക്കും ഇടതുഭാഗത്തേക്കും നോക്കുകയാണ്. അല്ലാഹുവേ, അല്ലാഹുവേ, ഈ ലോകത്ത് നിന്ന് ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തല്ല പടച്ചവനെ. 40 കൊല്ലം ഞാൻ തെറ്റ് ചെയ്തല്ല പടച്ചവനെ. എന്നിട്ടും എന്നെ നീ വെളിവാക്കിയില്ലല്ലോ അല്ലാ. 40 കൊല്ലം എന്നെ നീ മറച്ചു വെച്ചല്ലോ അല്ലാ. അതുകൊണ്ട് ഈ സംഘത്തിൽ നിന്ന് ഞാൻ പുറത്തു പോയാ എന്റെ കൂട്ടുകാരന്റെ കൂടെയുള്ളവര് തമ്മാടി ഞാനാണെന്ന് വിചാരിക്കുമല്ല പടച്ചവനെ. അതുകൊണ്ട് എനിക്ക് നീ പുറത്തു തരണമല്ലോ. അല്ലാഹുമ്മ ഇന്നി തുബ്തു ഇലൈക. അല്ലാഹുവേ, നിന്നിലേക്ക് ഞാൻ തൗബ ചെയ്യുകയാണ്. അല്ലാഹുവേ, നിന്നിലേക്ക് ഞാൻ തൗബ ചെയ്യുന്നു പടച്ചവനെ. സതർതനി 40 സന. അല്ലാഹുവേ, 40 കൊല്ലം നീ മറച്ചു വെച്ചല്ലോ, എന്നെ വെളിവാക്കല്ലേ അല്ലാ. അല്ലാഹുമ്മ ഇന്നി തുബ്തു ഇലൈക എന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തപ്പോ ഓശാരമായി പടച്ച തമ്പുരാൻ മഴ കൊടുക്കുകയാണ്. മൂസാ നബി അല്ലാഹുവിനോട് ചോദിച്ചു, പടച്ചവനെ, ആരും തന്നെ ഈ സംഘത്തിൽ നിന്ന് പുറത്തു പോയില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് മഴ തന്നത് അല്ലാ? അല്ലാഹു തആല അവിടെ വെച്ചുകൊണ്ട് പറയുകയാണ്, ആര് കാരണമാണോ ഇത്രയും കാലം ഞാൻ മഴ തരാത്തത്, ആ മനുഷ്യൻ കാരണമാ മഴ തന്നതെന്ന് പറയുമ്പോ അല്ലാഹുവിനോട് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, ആരാണ് പടച്ചവനെ, ആരാണ് ആ പടച്ചവനെ? അയാളെ എനിക്കൊന്ന് കാട്ടിത്തരുവോ അല്ലാ? ആ സമയത്ത് പടച്ച തമ്പുരാൻ പറഞ്ഞതെന്തെന്നറിയുമോ? യാ മൂസാ, മൂസാ നബിയേ, 40 കൊല്ലം തെറ്റ് ചെയ്തുകൊണ്ട് തമ്മാടിത്തരം ചെയ്തുകൊണ്ട് നടന്ന ആ മനുഷ്യനെ ഞാൻ മറച്ചു വെച്ചല്ലോ, അയാളെ ഞാൻ വെളിവാക്കിയില്ല മൂസ. ഇപ്പൊ തൗബ ചെയ്തുകൊണ്ട് എന്നിലേക്ക് മടങ്ങിയ ആ മനുഷ്യനെ ഞാൻ വെളിവാക്കുമോ മൂസ? ഞാൻ അത് ചെയ്യില്ല മൂസ. അല്ലാഹു മാന്യരിൽ മാന്യനാണ് ചെറുപ്പക്കാരാ. നമ്മുടെ തെറ്റുകൾ ഒരുപാട് കടന്നു വന്നിട്ടുണ്ടല്ലോ, ഒരുപാട് പ്രയാസങ്ങൾ വന്നിട്ടുണ്ടല്ലോ, അല്ലാഹുവിനെതിരെ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കടന്നു വന്നിട്ടുണ്ടല്ലോ. പൊട്ടിക്കരഞ്ഞുകൊണ്ട് പടച്ചറപ്പിന്റെ മുമ്പിൽ തൗബ ചെയ്യണ പൊന്നുമോനെ, പൊന്നുമോളെ. അല്ലാഹു വളരെ പൊറുക്കുന്നവനാണ്. അല്ലാഹു ഗഫൂറുർ റഹീം. അല്ലാഹു പൊറുക്കുന്നവനാ, അങ്ങേയറ്റം പൊറുക്കുന്നവനാ. അതുകൊണ്ട് ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്. അല്ലാഹുവിന്റെ കരുണയിൽ, അല്ലാഹുവിന്റെ കരുണയിൽ ആശമുറിയാതെ അല്ലാഹുവിന്റെ മുമ്പിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യാ, തൗബ ചെയ്യാ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ തയ്യാറാവണം, നിങ്ങൾ പ്രതിജ്ഞ എടുക്കണമെന്ന് പറയാൻ ഞാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിലേക്ക് നമ്മൾ മടങ്ങുക. നമ്മുടെ ജീവിതം, ഈ ഉമ്മത്തിന് ഇസ്സത്ത് ഉണ്ടാകുന്നത് ഇസ്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോഴാണ്. ഇസ്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോഴാണ് നമുക്ക് ഇസ്സത്ത് ഉണ്ടാകുന്നത്. മറ്റു പലതിലും ഇസ്സത്ത് കരുതിയവരൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്.
ലോകത്തിന്റെ ഏത് ചരിത്രം എടുത്ത് പരിശോധിച്ചാലും ഒരിക്കലും തന്നെ മരിക്കില്ല എന്ന് പറഞ്ഞ ജോൺ എഫ് കെന്നഡി ഇന്ന് 6 അടി മണ്ണിന്റെ ചുവട്ടിലാണ്. വലിയ വലിയ അഹങ്കാരം നടിച്ച ഹിറ്റ്ലർ ഇന്ന് മണ്ണിന്റെ ചുവട്ടിലാണ്. എല്ലാവരും മണ്ണിന്റെ അടിയിലേക്ക് പോകേണ്ടവരാണ്. നമുക്ക് ഈ ഭൂമിയിലും നാളെ ആഖിറത്തിലും നമ്മുടെ ത്രൂ ഔട്ട് നമ്മുടെ ലൈഫിൽ മുഴുവനും സുഖവും ആനന്ദവും രസവും ഉണ്ടാവണമെങ്കിൽ പ്രിയപ്പെട്ടവരെ അള്ളാഹുവിന്റെ കൂട്ടുകാർ നമ്മളാവണം. അള്ളാഹു നമ്മെ ഏറെ സ്നേഹിക്കുന്ന ഒരിക്കലും നഷ്ടമാവാത്ത പ്രണയം അള്ളാഹുവിനോടുള്ള പ്രണയം മാത്രമാണ്. ബാക്കി എല്ലാ പ്രണയങ്ങൾക്കും ഇവിടെ അർത്ഥം നഷ്ടപ്പെട്ടു പോകും. അള്ളാഹുവിനെയും അള്ളാഹുവിൻ്റെ പരിശുദ്ധ റസൂലിനെയും നമ്മൾ സ്നേഹിക്കുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഈ ഉമ്മത്ത്, ഈ ഉത്തമ സമുദായം പൈതൃകം മറക്കരുത്. നമ്മുടെ പൈതൃകം എന്ന് പറഞ്ഞാൽ ഇസ്ലാമാണ്. ഇസ്ലാമിനെ നമ്മൾ മറന്നുകൊണ്ട് മറ്റു പലതിലേക്കും നമ്മൾ പോകരുത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതേപോലെ അവൻ്റെ സ്വർഗത്തിൽ നമ്മെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്നും വിട പറഞ്ഞു പോയ നമ്മുടെ മാതാപിതാക്കളും ഗുരുനാഥന്മാരും നമ്മുടെ ഇൽമിൻ്റെ വഴികളിൽ നമ്മെ ഏറെ സഹായിച്ച നമ്മുടെ വന്യരായ ഗുരുവര്യന്മാർ, അള്ളാഹു അവരൊക്കെ ഖബൂൽ ചെയ്യുമാറാകട്ടെ. നമുക്ക് ദുആ ചെയ്തുകൊണ്ട് നമുക്ക് പിരിയാം.